രാവിലെ 6 മണിക്ക് 6:30 6:45 വരുമ്പോൾ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യും. രാത്രി 9 മണി വരെ അവിടെ ഉണ്ടാവും. ഇപ്പോഴാണ് മാനേജറും അങ്ങനെ കുറച്ച് സിസ്റ്റമാറ്റിക് ആക്കിയത്. ബ്രോയിന്റെ ഒരു ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് ഏതായിരിക്കും? 50 വയസ്സുള്ളവരിന് മുകളിലവർക്ക് കൺസൾട്ടിങ് ഇല്ല അവിടെ. അവർ ആജീവനാന്ത കാലം അവർക്ക് കൺസൾട്ടിങ് ഫ്രീ ആണ്. ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസിനൊന്നും കൺസൾട്ടിങ് ഇല്ല. ഇങ്ങനെ കൺസൾട്ടേഷന് വരുന്ന ആളുകൾക്ക് ആർക്കൊക്കെ അറിയാവോ ഇതൊരു 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളുടെ ഹോസ്പിറ്റലാണ്? നമുക്കൊരു ക്ലിനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യാനാവും ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇൻഷുറൻസ് പറയുമ്പോൾ അത് നമുക്ക് ഏറ്റവും നമ്മൾ ഗവൺമെന്റിന്റെ ഒരു എന്താ പറയുക വീഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്യാൻസറിന് ആക്ച്വലി മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ചില ബിഗ് ഫാമേഴ്സിന് താല്പര്യമില്ല അത് പുറത്തു വരാൻ. അങ്ങനെ ബിഗ് ഫാമേഴ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ബ്ലെയിം ചെയ്ത് പറയില്ല. സൂചന പോലും തരാത്ത ഒരാൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് മാറി നമ്മളെ തൊട്ടടുത്തൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. Hello and welcome to a new episode of Voice Up Podcast. ഒരു ഹെൽത്ത് കെയർ ബിസിനസിന്റെ റിസ്ക് എത്രത്തോളാണെന്ന് നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിയില്ല. കാരണം നമ്മളിൽ അധികം ആളുകളും കടന്നു ചെല്ലാത്തൊരു മേഖലയാണ്. പക്ഷേ ഒരു സാധാരണ ക്ലിനിക്കിൽ നിന്ന് തുടങ്ങി തൻ്റെ 27ാമത്തെ വയസ്സായപ്പോഴേക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തെടുത്ത് ഇപ്പം ഇന്ത്യക്ക് പുറത്തേക്കും വലിയ രീതിയിൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹയാത്ത് മെഡിക്കെയറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നാസിഫ് മുഹമ്മദ് ആണ് ഇന്ന് നമ്മുടെ കൂടെ. Yes, right. So ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ക്യാപിറ്റലാണ് ആവശ്യമായി വരിക? ഒരു ക്ലിനിക്ക് നമുക്ക് എത്ര നാൾ കൊണ്ട് ബ്രേക്ക് ഈവൻ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ അവിടേക്കുള്ള സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി ഡോക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്? ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെഡിസിൻസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ AI-ന്റെ പോസിബിലിറ്റീസ്, ഫ്യൂച്ചറിലേക്കുള്ള AI-ന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് തുടങ്ങി ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാണ്. സോ ഇഫ് യു ആർ പ്ലാനിങ് സംതിങ് ഇൻ ഹെൽത്ത് കെയർ ഓർ ഹോസ്പിറ്റാലിറ്റി, യു ഷുഡന്റ് മിസ് ദിസ്. ചെറിയൊരു വയസ്സിനിടയ്ക്ക് ഒരു ക്ലിനിക്കിൽ സ്റ്റാർട്ട് ചെയ്തു. വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാൻസോട് കൂടി ഇപ്പൊ നിൽക്കാം. അപ്പോൾ ഒരു ജേർണി പറയുകയാണെന്നുണ്ടെ ഏത് സമയത്താണ് തുടങ്ങിയിട്ടുള്ളത്? എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്? ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ. നാസിഫ് മുഹമ്മദ്. എൻ്റെ ഇൻഡസ്ട്രി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഫീൽഡിലാണ്. 2019 ക്ലിനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാനൊരു ലാബോറട്ടറി ടെക്നോളജിസ്റ്റ് ആയിരുന്നു. 1.5 വർഷത്തോളം ലാബ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ആദ്യം മുതലേ ഒരു സംരംഭനാകുക എന്നുള്ളൊരു തോട്ടുണ്ട്. ദെൻ അങ്ങനെ വന്നതാണ് ഒരു ക്ലിനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഒരു 2020 ക്ലിനിക്ക് ഓപ്പൺ ആയി അങ്ങനെ വന്നു. കോവിഡിന്റെ സമയമായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ട് 2020 നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടുന്ന് ഇപ്പൊ 3 വർഷം കൊണ്ട് ഇപ്പൊ നമുക്കതൊരു ഹോസ്പിറ്റലാക്കിയിട്ട്. ആദ്യമായിട്ട് തുടങ്ങുന്ന ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും ഹെൽത്ത് ഇത് തന്നെയായിരുന്നു? അല്ല, ആദ്യമായിട്ട് തുടങ്ങിയത് ഒരിക്കലും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക് അല്ല. ഞാൻ 21 ഏജ് ഉണ്ടാവുന്ന സമയത്ത് അന്നത്തെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു കോഫി ഷോപ്പ് റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നല്ലോ. നാട്ടിൽ തന്നെ അന്നൊരു ട്രെൻഡിങ് ബിസിനസ് ആയിരുന്നല്ലോ കോഫി ഷോപ്പ്. അങ്ങനെ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്നെ സംബന്ധിച്ചത് അത് ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ല. ബൈ ഫിനാൻഷ്യൽ എനിക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ല. കാരണം അങ്ങനെ ഒരു ഏജ് ആണ്. പിന്നെ അത്ര ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി എന്നല്ല വരുന്നത്. സ്വാഭാവികമായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒരു ഓൺടർപ്രണർ ആവണം എന്നുള്ള ലക്ഷ്യം അന്നേ ഉണ്ടായിരുന്നു. അതെ, എല്ലാ മിഡിൽ ക്ലാസ്സിലും എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ ബോയ്സും ഉണ്ടാവുന്ന പോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു സ്ഥാപനം തുടങ്ങി സംരംഭം എന്നുള്ള ഫീൽ ഉണ്ടാവുമല്ലോ. അതുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടി വന്നു. കോഫി ഷോപ്പിൽ എനിക്ക് മാറേണ്ടി വന്നു എന്നുള്ളതാണ് മെയിൻ കാരണം. റീസൺ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ല. ബാക്കിയുള്ള എന്റെ എഫേർട്ടും മറ്റുള്ള കാര്യങ്ങളും അവിടെ ആരും കാണും ചെയ്തിട്ടില്ല. കോഫി ഷോപ്പ് റൺ ചെയ്യായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സെപ്പറേറ്റ് ഒരാളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കോപാർട്ട്നേഴ്സ് ആയിരുന്നു ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ഹെൽത്ത് കെയറിലേക്ക് എത്തുന്നത്? അതിനുശേഷം വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്തു. പഠിക്കായിരുന്നു. അപ്പൊ പഠിക്കണ്ടായിരുന്നു. കാലിക്കറ്റ് പഠിക്കായിരുന്നു. എന്താണ് പഠിച്ചിട്ടുള്ളത്? ഞാൻ ബൈ പ്രൊഫഷണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MLT ആണ് കഴിഞ്ഞിട്ടുള്ളത്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും മെഡിക്കൽ കോഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാരലായിട്ട് കുറച്ച് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠനം കഴിഞ്ഞു വീണ്ടും പാരാമെഡിക്കൽ അതിന്റെ ജോബിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ അതിനുശേഷമാണ് അവിടെ ഞാനൊരു 1 ഇയർ ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് തോന്നി. അതെ, ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങി പരാജയപ്പെട്ട ആൾക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ വലിയ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നീഷിലേക്ക് പോകാതെ എന്തുകൊണ്ട് ഈ ഹെൽത്ത് കെയർ എന്നുള്ള ഒരു ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ? ഫസ്റ്റത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് ബിസിനസ് ഇനി എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കത് പോസിബിൾ ആണോ എന്നുള്ള ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ അതിന്റെ ബേസിക് ലെസൺസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് മെയിൻ ഫസ്റ്റ് ആയിട്ട് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഇനിയൊരു ബിസിനസ് എന്നുള്ള ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ വർക്ക് ചെയ്യാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ബിസിനസ് നടക്കൂല, എന്നെ കൊണ്ട് അത് ഒന്നാമത് ഫിനാൻഷ്യലി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഫാമിലി അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇല്ലാത്തതുകൊണ്ട് അത് പോസിബിൾ അല്ല. അപ്പൊ പിന്നെ ഈ ഒരു ഇൻസിഡന്റും കൂടി വന്നപ്പോൾ പിന്നെ ഞാനത് കംപ്ലീറ്റ്ലി പ്ലാൻസ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു.
പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് തോന്നിയതാണ് എന്തുകൊണ്ട് ഈ ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യം തന്നെ സ്റ്റാർട്ട് ചെയ്തുകൂടാ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവിടെ ക്ലിനിക്സ് ഒന്നും ഇല്ല. അപ്പൊ നല്ലൊരു ഏരിയ അവിടെ അങ്ങനെ സർവീസ് കുറച്ചും കൂടി ബെറ്റർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റീസ് ഉണ്ടാവും തോന്നി. അങ്ങനെ കുറച്ചൊരു 1 year ലൊക്കേഷൻസ് സെർച്ച് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ഇതിലേക്ക് വന്നത്. പക്ഷെ സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഫൗണ്ടറിനെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിന്റെ ഫൗണ്ടറിനെ ഒക്കെ നോക്കിയാൽ മിക്കവാറും അവരൊക്കെ ഡോക്ടർമാർ തന്നെ ആയിരിക്കും. അപ്പോ ബ്രോന്റെ കേസിൽ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഒരു ക്ലിനിക്ക് ബിൽഡ് ചെയ്യുന്നതിലേക്കൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പൊ അത് എത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ഇനീഷ്യൽ സ്റ്റേജിലേക്ക്? ഫസ്റ്റ് പറഞ്ഞാൽ അതൊരു ഇപ്പോഴും ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോ എങ്ങനെ ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തതിൽ ഞാൻ വിചാരിക്കണ്ടേ. കാരണം അങ്ങനെ ഒരു ഏജ് ആണ്, അന്നത്തെ ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട്. എങ്ങനെയാണ് ഫണ്ടൊക്കെ റേസ് ചെയ്ത ആ ഒരു സമയത്ത്? ചെറിയ ഏജ് അല്ലല്ലോ. അതെ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ ഇപ്പൊ ഉള്ള ഡയറക്ടേഴ്സിനാണ് എനിക്ക് അന്ന് ഇന്ന് ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുള്ളത്. കോ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള റിലേഷനിൽ പെട്ട ആൾ എന്റെ മാമനും ഫാമിലി ഫ്രണ്ട്സും ആണ് രണ്ടുപേരും. അപ്പൊ ഞാനിങ്ങനെ ഒരു കാര്യം അവരോട് അവതരിപ്പിക്കുമ്പോൾ, ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഞാൻ അവരോട് പറയുമ്പോൾ അവർക്ക് ഇന്നിലുണ്ടായ ഒരു വിശ്വാസമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോ പിന്നെ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ എല്ലാം വന്നു ചേരും എന്ന് പറഞ്ഞ പോലെ ആ സമയമായപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായി. പിന്നെ അവരും ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വന്ന് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹയാത്ത് ക്ലിനിക്ക് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു വെച്ചാൽ എന്ത് പറയും? അന്ന് നമ്മള് 2020 ആകെ 2000 സ്ക്വയർ ഫീറ്റില് ഒരു 4 ഡോക്ടേഴ്സും ആകെ ഒരു 9 സ്റ്റാഫായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 2024 3 വർഷം പിന്നിടുമ്പോ ഏകദേശം 18,000 സ്ക്വയർ ഫീറ്റിൽ 18,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹോസ്പിറ്റൽ 30 ബെഡ് കപ്പാസിറ്റി ഹോസ്പിറ്റലായിട്ട് മാറി. ദെൻ നമുക്കിപ്പോ ഒരു 35ഓളം ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 79+ സ്റ്റാഫ്സും നമ്മളെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ 2019 സ്റ്റാർട്ട് ചെയ്തത്. 2019 കോവിഡ് ആയ കാരണം നമുക്ക് 20 ഓപ്പൺ ചെയ്യാൻ പറ്റും. 2019 ആ ഒരു നാസിഫ് മുഹമ്മദിനെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്. ആ ഒരു സമയത്ത് എനിക്കറിയാം നിങ്ങളൊരു കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങി, അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളതൊന്ന് മാറ്റി നിർത്തേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം വെച്ചുകൊണ്ട് നമുക്കറിയാം ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ട ആളുകളെ ഈ ഒരു വേൾഡ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനെ ഒരു പുതിയൊരു ബിസിനസ്സുമായിട്ട് ചെല്ലുമ്പം ഇതിന് ഫണ്ട് റേസ് ചെയ്യുക, അതുപോലെ നമുക്കറിയാം ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല വേറെ ഇല്ല. അപ്പം ഇങ്ങനെ ഒരു സെക്ടറിലേക്ക് ഈ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് എത്തുമ്പം അതിന്റെ ഫണ്ടിങ്, അതിന്റെ ബാക്കിയുള്ള റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ അടുത്ത് ആകെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ക്ലിനിക്ക് ലാബോറട്ടറി, ഒരു ലാബ്, ഫാർമസി, ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങാം. അതായിരുന്നു ആകെ പ്ലാൻ. ബാക്കി അതിന്റെ ബാക്കിലുള്ള പേപ്പർ വർക്ക്സോ അല്ലെങ്കിൽ ഫണ്ടിങ് ഒന്നും അന്ന് ഞാൻ ബോധ ചെയ്തിട്ടില്ല. ദെൻ ഒരു പ്ലാനായി, ഒരു ലൊക്കേഷൻ കിട്ടി. ഞാൻ അതിന്റെ കോ പാർട്ണർ ആയിട്ടുള്ള ആളോട് ഡിസ്കസ് ചെയ്തു. അവരത് കൺവിൻസ് ചെയ്യാൻ പറ്റി. അത് ഇത്ര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഞാൻ അതിനൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി. ഇത്ര ഫണ്ടിങ് അതിന് വേണം, ഇത്ര ഫണ്ട് അതിന് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ദെൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു P&L പോലെ ഒരു എക്സ്പെക്ടേഷൻസ് നമ്മൾ ഉണ്ടാക്കി. അത് എന്നെ ഹെൽപ്പ് ചെയ്ത കുറെ പേരുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് പാർട്ണേഴ്സ് തമ്മിൽ ഇരുന്ന് സംസാരിച്ചു. അവരത് ഓക്കെ, അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കെ എന്റെ കയ്യിലും കുറച്ച് ക്യാഷ് വന്നു. പിന്നെ അവിടെ ആകെ വേണ്ടത് ഞാൻ അവിടെ 100% ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നതായിരുന്നു. അതിന് ഞാൻ തയ്യാറായിരുന്നു. അതിന് ഇന്ന് ഞാൻ തയ്യാറാണ്, ഇനി അങ്ങോട്ട് തയ്യാറാണെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ്, അവർ പാർട്ട്നേഴ്സ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഫൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകണ്ടെന്നുള്ളത് മാത്രം നോക്കണം. അപ്പൊ അതിൽ ഞാനൊരു അവരെ ട്രസ്റ്റ്, അവരാ എന്നിലുണ്ടായ വിശ്വാസം അല്ലെങ്കിൽ ആ ട്രസ്റ്റിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എല്ലാത്തിലും ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തു. then അത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ ഈ നിമിഷം വരെ അവരതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ മീറ്റിംഗ്സ് കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. മെജോറിറ്റി അഭിപ്രായങ്ങൾ എടുത്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇനീഷ്യൽ ഫണ്ടിങ് അന്ന് വന്നത് റിലേറ്റീവ്സ് ഒന്നും മാമനും തന്നെ ആയിരുന്നു. പിന്നെ എന്റെ ഉപ്പയാണ് കുറച്ച് ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, ഈ 4 വർഷത്തിനിടയിൽ ഈ ഒരു നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ഡിഫിക്കൽറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഏത് രീതിയിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഫേസ് ചെയ്തിട്ടുള്ളത്? ഏത് സെക്ടറിലാണ്? ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് നമുക്കൊരു സ്ഥാപനം തുടങ്ങി ഒരു 1 year കൊണ്ട് തന്നെ അത് എക്സ്പാൻഷൻ ചെയ്യാന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഈ 1 year കൊണ്ട് തന്നെ എനിക്കത് ബ്രേക്ക്
ബ്രേക്ക് ഈവൻ ആക്കാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, 1 ഇയർ കൊണ്ട് നിങ്ങൾ ഇത് ബ്രേക്ക് ഈവൻ ആക്കി. 1 ഇയർ കൊണ്ട് ബ്രേക്ക് ഈവൻ ആക്കാൻ പറ്റി. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ കൂടുതൽ അവിടെ ആളുകൾ വന്നു എന്നല്ല, മീൻസ് നമ്മുടെ ഭാഷ പറയുന്നത് പേഷ്യൻസ് ഹോസ്പിറ്റല്. അപ്പോൾ നമുക്കൊരു ക്ലിനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് അത് ബ്രേക്ക് ഈവൻ ആകുമോ ശരിക്കും പറഞ്ഞാൽ? അത് ഞാൻ ഒരിക്കലും ഒറ്റയടിക്ക് പറയണില്ല. അതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ വരുന്ന ലൊക്കേഷൻസ്, ആ ലൊക്കേഷനിൽ വരുന്ന ഇവിടെ കസ്റ്റമർ പേഷ്യൻസ് ആണ്, അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, നമ്മുടെ അടുത്ത് ഉണ്ടാവുന്ന ഡോക്ടേഴ്സ്, സർവീസ്, സ്റ്റാഫ് സർവീസ് എല്ലാം അതിന് ഒരു ഘടകമാണ്. പക്ഷെ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തത് പറഞ്ഞ മാതിരി നമ്മളൊരു സ്ഥാപനം തുടങ്ങി ഒരു 1 ഇയർ കൊണ്ട് അത് സക്സസ് ആയി എന്നുള്ള രീതിയിലേക്ക് എത്തിയപ്പോ ഇതന്നെ ഇനി അത് എക്സ്പാൻഷൻ പോണം എന്നുള്ള തീരുമാനം എടുത്തു. കാരണം അവിടെ ആളുകൾ ഡിപ്പെൻഡഡ് ആണ്, മീൻസ് അവർ തന്നെ എൻക്വയറീസ് കുറച്ചും കൂടി കൂടുതലായി. അപ്പൊ നമുക്കത് എക്സ്പാൻഷൻ 1 ഇയർ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക് ഈവൻ ആയി. അവിടെ അങ്ങോട്ട് എക്സ്പാൻഷൻ 2021 മുതൽ ഈ ദിവസം വരെ വർക്ക് സ്റ്റാർട്ട് കണ്ടിന്യൂസ് വർക്ക് നടന്നുകൊണ്ടിരിക്കും. വർക്ക് പുതിയ ബ്രാഞ്ചസിലേക്ക് പോകുന്നത് അല്ലെ. ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും എന്തൊക്കെ റെഗുലേഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്? നോർമലി ക്ലിനിക്സ് ആകുമ്പോൾ നമുക്ക് ഇപ്പൊ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പെർമിഷൻ ആണ് ഫസ്റ്റ് വേണ്ടത്. അതിനുശേഷം നമുക്ക് DMO ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എന്നുള്ള പെർമിഷൻസ് വേണം, ഫാർമസി കൗൺസിലിനുള്ള പെർമിഷൻസ് വേണം. പിന്നെ നമ്മൾ അതിൽ ആഡ് ഓൺ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സിന് ബേസ് ചെയ്തിട്ട് ഇപ്പൊ എക്സ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ARB സർട്ടിഫിക്കേഷൻസ് വേണം, അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ടെങ്കിൽ മീൻസ് എക്കോ MRI ഉണ്ടെങ്കിൽ അതിന് നമുക്ക് PNDT സർട്ടിഫിക്കേഷൻസ് വേണം. സെപ്പറേറ്റ് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് എടുക്കാനുണ്ട്. അപ്പൊ നമ്മുടെ അഡ്മിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും DMO അതിനുള്ള പെർമിഷൻസ് എല്ലാം എടുത്തിട്ട് വേണം. ഇനീഷ്യലി എല്ലാ പേർപ്പസിനും ഇട്ടേക്കുന്നത്. പിന്നെ ഇതിലൊരു വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വലിയ അത് ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നമ്മൾ വേറെയും കുറെ. അത് ഡിപ്പെൻസ് ആണ്. മീൻസ് മുനിസിപ്പാലിറ്റി വേറെ ആയിരിക്കാം, പഞ്ചായത്ത് ഓരോ ഏരിയക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഇത് ഉണ്ടാവുക. പക്ഷെ മെജോറിറ്റി എല്ലാം കോമൺ ആണെന്നാണ് എന്റെ ഒരു അറിവ്. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ഇപ്പൊ കേരളം മൊത്തം ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ടറാണ് ചെയ്യുന്നത്, പ്രൈവറ്റ്. അവര് സർട്ടിഫിക്കേഷൻസ് നമുക്ക് വേണം. ദെൻ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം. ബേസിക് എല്ലാ പേർപ്പസും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല കാപ്പബിൾ ആയിട്ടുള്ള കുറച്ച് ഡോക്ടേഴ്സും സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു 3 വർഷം കാലം കൊണ്ട് ഒരു 2000 സ്ക്വയർ ഫീറ്റ് ചെറിയൊരു സ്പേസ് നിന്ന് 10,000 സ്ക്വയർ ഫീറ്റ് റേഞ്ചിലേക്ക് പോകുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലേക്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വർഷം കൊണ്ട് നോർമലി നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റല് ആളുകൾ പോയി തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊരു നല്ല റെപ്യൂട്ടേഷൻ വരുന്ന സമയത്താണ്. അത് നോർമലി 5 ഇയേഴ്സ് ചില സമയത്ത് 10 ഇയേഴ്സ് എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ കേസിൽ അത് 3 ഇയർ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ മൾട്ടിപ്പിൾ ബ്രാഞ്ചസിലേക്ക് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത്. അതെങ്ങനെ പോസിബിൾ ആയി എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആക്ച്വലി ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും മാർക്കറ്റിംഗ് തന്നെയാണ് മെയിൻ ആയിട്ട്. അപ്പോൾ ഇതില് ട്രഡീഷണൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നോട്ടീസ് ബാനർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ബിൽഡ് ചെയ്യണം, നമ്മളതായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ്. അതായത് മാർക്കറ്റിംഗിൽ ഒരു എമൗണ്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ നല്ലൊരു ഭാഗം ഒരു 60% ഇത്തരം കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹോം കെയർ ആണ്. ഹോം കെയർ ഫെസിലിറ്റി ആണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കുറ്റിപ്പുറം എന്ന് പറഞ്ഞ ഒരു പോഷ് ഏരിയ ഒന്നല്ല, ഒരു ലോക്കൽ ഒരു മാർക്കറ്റ്, ഒരു ഗ്രാമമാണ് സത്യം പറഞ്ഞത്. ഒരു മെയിൻ 2 ടൗണിന്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു മിനി ടൗൺ എന്നൊക്കെ പറയാൻ വേണം. ആ ലോക്കൽ മാർക്കറ്റിൽ ആ ലോക്കൽ ഏരിയയിൽ നമ്മൾ ചെയ്തത് ഹോം കെയർ ആണ്. അതായത് ഹോം കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് അറിയുന്നുണ്ടാവും, ഒരു ഡോക്ടർ വിങ് ഉണ്ടാവും, സ്റ്റാഫ്, പാരാമെഡിക്കൽ നഴ്സ്, ലാബ്, ഫാർമസി ഇവരെല്ലാം കൂടി ഒരു വിങ് എപ്പോ വിളിച്ചാലും പോയി കൺസൾട്ട് ചെയ്ത് വരാം. അതാണ് സ്റ്റാർട്ട്. അത് ഫസ്റ്റ് ഒരു പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് എന്ന് കരുതി വലിയൊരു ചാർജസും അതിന് ചെയ്യാതെ അഫോർഡ് ചെയ്യേണ്ട രീതിയിൽ ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്തവർക്ക് ഒരു ട്രീറ്റ്മെന്റ്. അതിനുശേഷം നമ്മളൊരു ഹെൽത്ത് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹെൽത്ത് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹെൽത്ത് കാർഡ് നമ്മളതൊരു ആദ്യം നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കൊടുത്തില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പത്തെ ഒരു നമ്പർ പറയാൻ 2000+ കൺസ്യൂമേഴ്സ് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയായിരുന്നു ശരിക്കും? അത് നമ്മളിപ്പോ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിലോ പോവർട്ടിയിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട്. മീൻസ് കൂലി യൂണിയൻ, അതേപോലെ തന്നെ ടാക്സി ഡ്രൈവേഴ്സ്, അതേപോലെ തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികള്, അതേപോലെ നിർധനരായിട്ടുള്ള രോഗികൾ, അവർക്കാണ് ഹെൽത്ത് കാർഡ് ബെനിഫിറ്റ്സ് ഉള്ളത്. അതിന് കൺസൾട്ടിങ് ഫീസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ മെഡിസിൻസിലും എല്ലാത്തിലും ഡിസ്കൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൺസൾട്ടേഷന് വരുന്ന ആളുകൾക്ക് ആരൊക്കെ അറിയാവോ ഇതൊരു 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളുടെ ഹോസ്പിറ്റലാണ്? അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ലാബ് ടെക്നീഷ്യൻ
ആയിരുന്നു അവിടെ, റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. ഞാൻ അവിടെ അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്നു. ഞാനത് രാവിലെ 6 മണിക്ക് 6:30 വരുമ്പോ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യും. രാത്രി 9 മണി വരെ അവിടെ ഉണ്ടാവും. ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. അതിന്റെ ഒരു 3 വർഷത്തിന് ശേഷമാണ് അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോഴാണ് മാനേജറും അങ്ങനെ കുറച്ച് ഒരു സിസ്റ്റമാറ്റിക് ആക്കിയത്. കാരണം ഇപ്പൊ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സ്റ്റാഫ് ആയപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് മാറി. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 1.5 ഇയർ രാവിലെ ഞാൻ തന്നെ ആയിരുന്നു ലാബിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ബ്ലഡ് എടുക്കും. അപ്പൊ അവർക്കൊരിക്കലും ഇത് ഓണറാണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഓക്കെ. അപ്പൊ ആ ഒരു പീരീഡിൽ ഇത്രത്തോളമൊക്കെ സ്ട്രഗിൾ ചെയ്ത് വന്നുകൊണ്ടായിരിക്കണം അല്ലെ ഇപ്പൊ ഒരു മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ അറൌണ്ട് 60% ഈ ഒരു ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന് യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതാണോ ശരിക്കും അതിന്റെ പിന്നിലുള്ള റീസൺ? അതാണെന്ന് മാത്രല്ല, അതുമാണ് ഒരു റീസൺ. പിന്നെ ഇത് മറ്റുള്ള ഇൻഡസ്ട്രി പോലെ അല്ലല്ലോ. ഇപ്പൊ നമുക്ക് അവിടെ ഒരു കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് കച്ചവടം എന്നുള്ള മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ല. നമുക്കൊരു കമ്മിറ്റ്മെന്റും കൂടി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ഉള്ള ആളുകളോടും സമൂഹത്തിനോടും നമുക്ക് സ്ഥാപനത്തിനോടും നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്തതാണ് നമ്മളെ ഞാൻ ഈ ഹെൽത്ത് കാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കാണ്ടായ റീസൺ തന്നെ പറയുന്നത്, ഈ ഇട നിങ്ങൾ ന്യൂസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർക്ക് സാലറി കിട്ടാത്തൊരവസ്ഥ വന്നല്ലോ. അപ്പൊ അത് ന്യൂസിൽ കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പഞ്ചായത്തിൽ ഏകദേശം എനിക്ക് ഒരു 21 വാർഡോളം ഉണ്ടാവും. പഞ്ചായത്തിലെ വാർഡ് എന്ന് പറയുന്നത് അത്രയും അത്രയും ആളുകൾക്ക് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ദെൻ ഇപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് സീനിയർ കെയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൂടി ഉണ്ട്. സീനിയർ കെയർ എന്ന പ്രോഗ്രാം അത് 50 വയസ്സുള്ളവരിന് മുകളിലുള്ളവർക്ക് കൺസൾട്ടിങ് ഇല്ല അവിടെ, ഫ്രീ ആണ്. അവർ ആജീവനാന്ത കാലം അവർക്ക് കൺസൾട്ടിങ് ഫ്രീ ആണ്. ദെൻ ഇപ്പൊ നമ്മളൊരു ഹാത്ത് കെയർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അത് നമ്മള് ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസിനൊന്നും കൺസൾട്ടിങ് ഇല്ല. ഞാനത് അവിടെ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞത് അവരെ അവകാശമാണ് അത് കൊടുക്കാന്നുള്ളതാണ്. ഞാൻ നമ്മുടെ സ്റ്റാഫിനോട് എല്ലാ മീറ്റിംഗ്സിലും മന്ത്ലി ഒരു മീറ്റിംഗ്സ് ഞാൻ അവരായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നതാണ്, നമ്മളിവിടെ പേഷ്യൻസിന് മീൻസ് ആളുകൾക്കായിട്ട് ഉണ്ടാക്കി വെച്ച കുറെ കാര്യങ്ങൾ അത് അവർക്ക് കിട്ടണം. അപ്പൊ അതില് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് സ്റ്റാഫും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാവും മേ ബി അത് തന്നെയാണ് റീസൺ ഇത്ര പെട്ടെന്ന് നമുക്ക് ഒരു ആളുകളുടെ ഇടയിൽ ഒരു പേരാവാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഹെൽത്ത് കെയർ കൊടുക്കുന്ന. ഇപ്പോഴത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ കോസ്റ്റ് കുറച്ച് അധികമാണെങ്കിൽ പോലും നല്ല ഹെൽത്ത് കെയർ പോസിബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഒരു സെന്ററിൽ നിൽക്കുന്നതാണ് ക്ലിനിക്സ് എന്നാണ് എന്റെ ധാരണ. അപ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും എത്ര ഡിഫിക്കൽട്ടാണ്? അതായത് ഒരു അഫോർഡബിൾ റേറ്റ് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ, പക്ഷെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ നമ്മൾ കൊടുക്കുകയും വേണം. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ പോസിബിൾ ആക്കുന്നത്? ഇപ്പോൾ 35ഓളം ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ആയി എന്ന് പറഞ്ഞു. അപ്പോ എത്ര ഡിഫിക്കൽട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഇനീഷ്യലി ഇതിപ്പോ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ്. ഇതിനൊരു ബിസിനസ് ഉണ്ട്, ബിസിനസ് സൈഡും കൂടി ഉണ്ട്. പക്ഷെ നമ്മളവിടെ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ മെയിൻലി ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെ വോളിയം കൂട്ടാനാണ് ശ്രദ്ധിച്ചത്. അപ്പൊ ഒരു അഫോർഡബിൾ റേറ്റിൽ ഒരു സാധനം എടുക്കുമ്പോൾ വോളിയം വന്നാൽ മതി. മേ ബി ഒരു 5 പേഴ്സൺ വന്നിട്ട് അവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് പകരം അത് 10-15 ആളായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള റവന്യൂവും നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകാനുള്ളതും നമ്മൾ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആളുകൾക്കുള്ള പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാനുള്ളതെല്ലാം അതിൽ നിന്ന് വരുന്നുള്ളത് നമ്മൾ ആ ഫസ്റ്റത്തെ ഇയറിൽ തന്നെ മനസ്സിലാക്കി. വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ആ വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരുന്നത്. അത് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഹോസ്പിറ്റൽസ് കേരളത്തിലുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ. പക്ഷെ അതിലൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ നെഗറ്റീവ് സൈഡും കൂടി ഉണ്ട്. അപ്പോ അതിൽ നിന്നൊക്കെ മാറി ഒരു ആളുകൾക്ക് പെട്ടെന്ന് റീച്ച് ആവാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ക്ലിനിക്സ് അതേ ഒരു ഫെസിലിറ്റി കൊടുക്കുക, അതേ ഒരു റേറ്റിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് റിസ്ക് ആണത്. പക്ഷെ അത് ഡേ ബൈ ഡേ വോളിയം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ഉള്ള ഒരു സ്ട്രഗ്ലിംഗേ ഉണ്ടാവുള്ളൂ. ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ ഏകദേശം ഓക്കെ ആവുന്നതാണ് എന്റെ ഒരു 3 ഇയർ 4 ഇയറിന്റെ എക്സ്പീരിയൻസ്, ചെറിയ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുക. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനിപ്പോൾ UK അപ്പോൾ അവനിങ്ങനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് അവൻ്റെ ആ UK ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് ആളുകൾക്ക് അവിടെ മാൻഡേറ്ററി ആണെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ രാജ്യത്ത് ശരിക്കും ഒരു സാധാരണ മോട്ടോർ സൈക്കിളിന് വരെ ഇൻഷുറൻസ് നിർബന്ധമാണ്. പക്ഷേ ഒരു പേഴ്സണ്
ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി അല്ല. അതിനെക്കുറിച്ച് എന്താ ബ്രോ എൻ്റെ ഒരു ഒപ്പീനിയൻ? നിങ്ങൾ പറഞ്ഞതിൽ തന്നെ ഉണ്ട്, ഓട്ടോ നമ്മളെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവും, അത് അടയ്ക്കാനുള്ള ആൾക്ക് ഇതുവരെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയും ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ് ഒരാൾക്ക്, ഞാൻ എപ്പോഴും പറയുള്ളൂ. ബ്രോയിന്റെ ഒരു ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് ഏതായിരിക്കും? നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പൊ ഇൻഷുറൻസ് ചെയ്യുന്നത്, നമ്മളെ SBI ചെയ്യുന്നുണ്ട്, സ്റ്റാർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒരുപാട്, ടാറ്റ എടുക്കുന്നുണ്ട്, HDFC, ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഇൻഷുറൻസ് ഏതാണോ അതിൽ തിരഞ്ഞെടുക്കുക. നമുക്കൊരു വെഹിക്കിളിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സും നെറ്റ്വർക്സും കുറവുള്ള ഒരു കമ്പനീനെയാണ് നമ്മൾ ഇൻഷുറൻസ് ഏൽക്കുന്നത്. സെയിം തിങ് തന്നെ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് എടുത്ത് വെക്കുക എന്നുള്ളത്. കാരണം ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ അസുഖങ്ങളുടെ ഡിസീസ് വരെ ഒരിക്കലും മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നാവില്ല. ഇന്നിപ്പോ നമുക്കൊരു അസുഖം വന്നിട്ട് നമ്മൾ ഇന്ന് പോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടൂല. സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് ഇന്ന് പറ്റുമെങ്കിൽ എല്ലാവരും ഇന്ന് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. അതിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു 6 months കഴിഞ്ഞാൽ അതിന്റെ കവറേജും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റാർ ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്ലെയിംസ് കൊടുത്തിട്ടുള്ള ഇൻഷുറൻസ്. എല്ലാ ലീഡിങ് ഹോസ്പിറ്റൽസിലുള്ളതും സ്റ്റാർ തന്നെയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇവിടെ നമുക്ക് അത്യാവശ്യം എമൗണ്ട് വരുന്ന ഹോസ്പിറ്റൽസ്, അവിടെ എല്ലാം ഇത് കവറേജ് കിട്ടുന്നതാണ്. നമുക്കൊരു ചെറിയൊരു ഡിസീസ്, ഒരു പനി വന്നാൽ പോലെ ഒരു IP പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ഹോസ്പിറ്റൽസിൽ പോയി അഡ്മിറ്റ് ആവാം, ക്ലെയിം ചെയ്യാം 100%. പക്ഷെ അതിനൊരു അവയർനെസ് ഭയങ്കര കുറവല്ലേ ശരിക്കും പറഞ്ഞാൽ? സത്യം, അത് ഇവിടെ കുറവാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ UK അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പോലത്തെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ അവർ ഫസ്റ്റ് ഒരു കുട്ടി ബൈ ബർത്ത് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. അതേപോലെ തന്നെ എംപ്ലോയീസിന് ഇപ്പൊ UAE വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ വിസ അടിച്ച് കഴിഞ്ഞാൽ കമ്പനി ഇൻഷുറൻസ് ഉണ്ടാവും. പിന്നെ അവർക്ക് ഇൻഡിവിജ്വൽ വേണമെങ്കിൽ എടുക്കാം. കമ്പനി ഇൻഷുറൻസ് ഉണ്ടാവും, ഗവൺമെന്റ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ രാജ്യം നമ്മളൊക്കെ എന്താ പറയാ, ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇവിടെ. എന്തുകൊണ്ടാണ് അത് ഇത്ര പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്? ഇവിടെ എപ്പോഴും പ്രൈവറ്റ് കമ്പനീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടെ പ്രൈവറ്റ് കമ്പനീസാണ്, പക്ഷെ ദുബൈയിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ഗവൺമെന്റ് തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ തന്നെ ഗവൺമെന്റ് ഉണ്ടല്ലോ ഒരു ചെറിയൊരു അത്. പക്ഷെ അതിപ്പോ നമ്മള് ന്യൂസിലൊക്കെ കാണുന്നതാണ്, ഈ ഹോസ്പിറ്റൽസിന് അതിന്റെ എമൗണ്ട് കിട്ടാതെ അതൊക്കെ വലിയ പ്രോപ്പർ അല്ല ഒന്നും. അപ്പൊ അതുകൊണ്ടാണ് ഈ നിങ്ങൾ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആരോഗ്യ ഇൻഷുറൻസ്, അസാപ്പ്, അതേപോലത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് സെക്ടേഴ്സ് ചെയ്യുന്ന അത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് സെക്ടേഴ്സ് ഇവിടെ മോണോപോളായിട്ട് നിൽക്കുന്നത്. കാരണം ആളുകൾ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ഹോസ്പിറ്റലിൽ പോയ കവറേജ് കിട്ടൂല, പിന്നെ ചൂസ് ചെയ്യില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത് പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് കിട്ടുന്നതിൽ അതാണ് ഈ സ്റ്റാറും. ഒരു ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇൻഷുറൻസ് പറയുമ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ലതുമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു നമ്മൾ ഗവൺമെന്റിന്റെ ഒരു എന്താ പറയുക ഒരു വീഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ESI വെച്ചിട്ടും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. പക്ഷെ അത് ചുരുക്കം ചില ഹോസ്പിറ്റൽസ് മാത്രമേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്, നമ്മളെ അടുത്ത് എല്ലാം ഉണ്ട് ഇവിടെ രാജ്യത്ത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബ്രോയ്ക്ക് ഇപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ജോസഫിലൊക്കെ നമ്മളുണ്ട്, അതിലൊരു ഓർഗൻ മാഫിയ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു മാഫിയകളൊക്കെ ശരിക്കും, അതായത് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അവർ ഓർഗന് എടുത്തു മാറ്റുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് കൺസെന്റ് ഇല്ലാതെ. ശരിക്കും അങ്ങനെ ഒരു മാഫിയ ഉണ്ടോ? എന്റെ അറിവിലില്ല. ഞാൻ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായി മീൻസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. മേ ബി നമ്മൾ ന്യൂസിലും മറ്റതിലൊക്കെ കാണുന്നൊക്കെ ഉണ്ട്. കോർപ്പറേറ്റ്സ്, എല്ലാത്തിലും കോർപ്പറേറ്റ്സ് ഉണ്ടാവും. കോർപ്പറേറ്റ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അറിയാനും പോകുന്നില്ലല്ലോ. അതെന്താ പറയാ, നമ്മുടെ അടുത്തൊരു എവിഡന്റ് ആയിട്ട് ഒരു കാര്യം ഇല്ലാത്തടത്തോളം കാലം നമ്മൾ അതിൽ എത്രത്തോളം ഉണ്ടോ ഇല്ലെന്ന് പറയാൻ നമുക്ക് ഒരു ആധികാരികത ഇല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല. ബിഗ് ഫാർമാസിന്റെ കാര്യം കൂടി നമ്മൾ പറയണമെന്ന് വിചാരിക്കും. ഞാനൊരു പോഡ്കാസ്റ്റില് സഞ്ജയ് ദത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ അതില് പുള്ളി ക്യാൻസർ സർവൈവറാണ്. അപ്പൊ അതിൽ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ക്യാൻസറിന് ഒരു വേഗമായിട്ടുള്ള ക്ലെയിമാണ്. ക്യാൻസറിന് ആക്ച്വലി മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ചില ബിഗ് ഫാർമാസിന് താല്പര്യമല്ല അത് പുറത്തു വരാൻ. കാരണം അവർക്ക് ഇപ്പുറത്ത് കീമോ റേഡിയേഷൻ ഒക്കെ നടത്തിയാലേ കൂടുതൽ പ്രോഫിറ്റ് ജനറേഷൻ പോസിബിൾ ആവുള്ളൂ എന്നുള്ളത്. അങ്ങനെ ബിഗ് ഫാർമാസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടോ? അതിന് പോസിബിലിറ്റീസ് ഉണ്ടാവാം മേ ബി. ഇപ്പൊ നമ്മളിപ്പോ ഈ അടുത്ത് കണ്ട ന്യൂസുകളൊക്കെ അതിനൊക്കെ
ചെറിയൊരു ചാൻസസ് ഇല്ലേ? ഇപ്പൊ നമ്മള് ലാസ്റ്റ് കണ്ട നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ കോവാക്സിന്റെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതില് ഒരു എമൗണ്ട്, ഒരു പാർട്ടിക്ക് ഒരു എമൗണ്ട് കിട്ടുന്നതും. അപ്പൊ അതൊക്കെ സാധാരണക്കാരൻ, ഞാനൊരു സംരംഭകൻ എന്നുള്ള രീതിയിലാണ്, സാധാരണ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഒരാൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും മേ ബി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ചാൻസസ് ഉണ്ട്, പോസിബിലിറ്റീസ് ആണ് അതൊക്കെ. ഒരിക്കലും നമുക്കത് ഉണ്ട് എന്ന് പറയാൻ മാത്രം നമ്മളെടുത്ത് ഒരു ന്യൂസോ അല്ലെങ്കിൽ അതിന് ഒരു അതോറിറ്റി പുറത്തു വിട്ടില്ല, അതാ ഒരു കമ്പനി ഇതെങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തു വിട്ടോളം കാലം ഇതൊക്കെ ഒരു ടോക്ക് മാത്രമായി മാറുകയാണ്. മേ ബി ഉണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായ പോസിബിലിറ്റി ഉണ്ട്. ഞാനതാണ് നമ്മളിപ്പോ ലേറ്റസ്റ്റ് കണ്ട ന്യൂസൊക്കെ ചിന്തിക്കാം, നമുക്ക് മനസ്സിലാവല്ലോ. സാധാരണ പൗരന്റെ ചിന്തയിൽ നിന്ന് പറയുന്നതാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ കർശനമായ നിയമങ്ങൾ വരണമെന്നാണ് ഞാൻ പറയാം. കാരണം ശരിക്കും ഒരു മനുഷ്യന് കിട്ടേണ്ട ട്രീറ്റ്മെന്റ് നിഷേധിക്കപ്പെടുകയാണ് അവിടെ. ഞാൻ ഹോസ്പിറ്റൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഇത് എല്ലാം ഫ്രീ ആക്കി കൊടുക്കാൻ തന്നെ. കാരണം ഒരു ക്യാൻസർ പേഷ്യൻസിന് വന്നു കഴിഞ്ഞാൽ അവര് ഒരു ആയുസ്സിൽ അധ്വാനിച്ച എല്ലാം പോവാണ്, എല്ലാം നഷ്ടപ്പെടാണ്. ഫാമിലി, അവരെ ഫിനാൻഷ്യൽ ഇൻകം എല്ലാം ഫിനാൻഷ്യൽ എല്ലാം തകർന്ന് എത്രയോ ഫാമിലി നമുക്കറിയാം. ഒരു അസുഖം വന്നാൽ മതി ഒരാൾ സമ്പാദിച്ചിട്ടുള്ള സംഭവം മുഴുവനായിട്ടില്ല. ആരോഗ്യം ഉള്ളിടത്തോളം കാലം എന്തും ഉണ്ടായിട്ട് കാര്യമാണ്. അത്തരം ആളുകൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടണ നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനൊക്കെ നിയമം ഉണ്ടായി അതൊക്കെ റെഗുലേറ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത്. അപ്പൊ ബ്രോന്റെ അതേ ഒരു ഏജ് ഗ്രൂപ്പ് പെടുന്ന മറ്റൊരാളുടെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് നോർത്തിലുള്ള ഒരു പയ്യനാണ്, അർജുൻ ദേശ്പാണ്ഡെ. അറിയായിരിക്കും, ജനറിക് ആധാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബഡ്ജറ്റ് മെഡിസിൻ സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. അപ്പോ പുള്ളിന്റെ ബിസിനസ് മോഡൽ അറിയാലോ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ മെഡിക്കൽ സ്റ്റോഴ്സ് ചെയിനായിട്ട് പല സ്ഥലത്ത് ഓപ്പൺ ചെയ്യുക, അതില് ടാറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബിസിനസ് മോഡൽ ഉണ്ടല്ലോ, ഈ അഫോർഡബിൾ മെഡിസിൻ സെല് ചെയ്യുക എന്നുള്ളൊരു മോഡൽ, അത് എത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്? പ്ലസ് ഈ എല്ലാ മെഡിസിൻസും ഇങ്ങനെ അഫോർഡബിൾ ആണോ? ആക്ച്വലി ആ ബിസിനസ് ഒരു ബിസിനസ് ആയിട്ട് നോക്കുമ്പോൾ അവർക്ക് അത് പ്രോഫിറ്റ് ആയിക്കാരം. മേ ബി കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ലാഭമാണ്. ഒരു സൈഡ് ചിന്തിക്കാം, നമ്മളൊരു സൈഡ് പറയുമ്പോൾ. കാരണം മാർക്കറ്റിൽ ഒരു അസുഖത്തിന് കഴിക്കുന്ന മെഡിസിൻസ് ഒരു ഹ്യൂജ് എമൗണ്ട് 1500 to 2000 അടുത്ത് വാങ്ങുന്ന മെഡിസിൻസ് ഒരു 1 മന്തിലേക്ക് വരുന്ന ഡോസ് ഇവിടെ നമുക്കൊരു 500 to 600 കിട്ടുമ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഈ അർജുൻ ഇവരെ മാത്രല്ല, നമുക്കിപ്പോ നമ്മളെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം മെഡിസിൻസ് ഉണ്ട്, ജനറിക് ഫാർമസി എന്ന് പറഞ്ഞിട്ട്. ഈ ജനറിക് അവിടെ എല്ലാം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബ്രാൻഡും എനിക്ക് എങ്ങനെ അവിടെ അഫോർഡബിൾ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ജനറിക് മെഡിസിൻസ് മാത്രമേ ഇക്കാര്യം അതില് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറിലും ജനറിക് മെഡിസിൻസ് ആണ് സെല് ചെയ്യുന്നത്. അപ്പോ ഈ ജനറിക് മെഡിസിൻസ് ആവുമ്പോ അതിനൊരു ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം അതിന്റെ ഒക്കെ സൈഡ് എഫക്ട്സ് എന്താണെന്നുള്ളത്. ജനറിക് മെഡിസിൻസ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ ഒരിക്കലും അത് മെഡിസിൻ ഡോസ് എടുക്കണമെന്ന് പറയില്ല. കാരണം നമ്മൾ ആ ജനറിക് മെഡിസിൻ നമ്മളൊരു 5 to 6 months കഴിക്കുന്ന ഡോസ് നമുക്കൊരു ബ്രാൻഡഡ് ഓർ സെമി ബ്രാൻഡ് മെഡിസിൻസ് നമുക്ക് 3 months അല്ലെങ്കിൽ 2 months എടുത്താൽ മതിയാവും. പക്ഷെ ആളുകൾ അത് ചിന്തിക്കില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഏതാണോ കുറഞ്ഞു കിട്ടുന്നത് അത് വാങ്ങി പിക്ക് ചെയ്യാന്നുള്ളതാണ് എല്ലാം. അത് വ്യത്യാസമുണ്ട്. അത് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഭയങ്കര അക്സെപ്റ്റൻസ് ആണല്ലോ കിട്ടി. ഈ ഒരു അടുത്ത് വലിയ രീതിയിൽ പ്രീമിയം പൈസ കൊടുത്തിട്ട് ആളുകൾ മെഡിസിൻസ് വാങ്ങുന്നിടത്തുനിന്ന് ഇങ്ങനെ അഫോർഡബിൾ റേറ്റിന് സാധനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മളെല്ലാ ഹോസ്പിറ്റൽസും നമ്മളെല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽസും ഒക്കെ എന്തുകൊണ്ട് അത്തരം മെഡിസിൻസ് വെക്കുന്നില്ല അത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റൽസ് ആണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽസ്. അവിടെയുള്ള മെഡിസിനൊക്കെ റേറ്റ് ഉണ്ടല്ലോ. മീൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ മെഡിസിൻ റേറ്റ് ഇല്ല, മേ ബി റേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കുറവാണ് തോന്നുന്നുണ്ട്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ മെഡിസിൻസ് റേറ്റ് ഉണ്ടല്ലോ. അവർക്ക് എന്തുകൊണ്ട് ഇത്തരം മെഡിസിൻസ് വെച്ചിട്ട് കുറച്ചും കൂടി പേഷ്യൻസിനെ അട്രാക്ട് ചെയ്തുകൂടാ? അത് അപ്പൊ തന്നെ അറിയാം, അതിൻ്റെതായ കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ട്. ജനറൽ മെഡിസിൻ ബൈ ബിസിനസ് സൈഡ് അത് ഓക്കെ കാരണം, പക്ഷെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ജനറിക് മെഡിസിൻസ് അങ്ങനെ കീപ്പ് ചെയ്യരുത്, എടുക്കാതിരിക്കാം. പക്ഷെ ഈ ഒരു ഫീൽഡിലേക്ക്, അതായത് അഫോർഡബിൾ മെഡിസിൻ എന്നുള്ള ഫീൽഡിലേക്ക് ഇപ്പൊ ഇന്റർനാഷണൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും US മാർക്ക് ക്യൂബൻ, പുള്ളി ഷാർക്ക് ടാങ്കിലെ മെയിൻ ഷാർക്കാണ്. കോസ്റ്റ് പ്ലസ് ഡ്രഗ്സ് എന്നുള്ള പേരിൽ പുള്ളിയും ഒരു ഈ ഫാർമസി ഫീൽഡിലേക്ക് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാല് പുള്ളി ഓൾറെഡി ബില്യണറാണ്, ഇനി നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കണം പുള്ളിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സർവീസ് എനിക്ക് ചെയ്യണം,
ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു എന്താ പറയാ, ചില ഫാർമസി കമ്പനികൾ മാത്രം കുത്തകയായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫീൽഡാണ് ഇത്. അപ്പോൾ ഇതില് ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊടുക്കണം, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതും അവിടെയും ഒരു കാര്യം ഉണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നല്ല ഇന്റൻഷനിലേക്കാരും ചെയ്യുന്നുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ കമ്പനീസും അങ്ങനെയാണെന്നല്ല, എല്ലാ കമ്പനീസും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ജനറിക്കിൽ തന്നെ എല്ലാ കമ്പനീസും അങ്ങനെയാണല്ലോ. പക്ഷെ നമുക്കൊരു 60 അല്ലെങ്കിൽ 80% മെഡിസിൻസും അത്തരം മെഡിസിൻസ് ആണെന്നാണ് എന്റെ ഒരു അറിവിൽ നിന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഇന്റൻഷനിലേക്കാരും. അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി മെഡിസിൻ തന്നെ പ്രോഫിറ്റ്സിന്റെ എമൗണ്ട് കുറച്ചിട്ട് നമുക്ക് അഫോർഡബിളിൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് നല്ല കമ്പനീസ് നമുക്ക് നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 30 to 40% അതിന് ടാക്സും കഴിച്ചിട്ട് ചിലപ്പോൾ 20% ഒക്കെ മാർജിൻ ഉണ്ടാവുള്ളൂ ഒരു മെഡിസിൻ വെക്കുന്ന ആൾക്ക്. നേരെ മറിച്ച് ജനറിക് മെഡിസിനിലേക്ക് അത് എത്തുമ്പോൾ 100 ഒക്കെയാണ്, 150-80% പ്രോഫിറ്റ്സ് ആണ്. സോ അങ്ങനെ ഒരു കാര്യം വരുമ്പോ അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാം, ഒരു ലീഡിങ് കമ്പനി സെയിം കണ്ടന്റ്. അപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കാർഡിയക് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിന് ഒരു ലീഡിങ് കമ്പനി എടുത്ത് ആകെ ഒരു ഫാർമസിക്ക് 20% കിട്ടുന്നിടത്ത് സെയിം കണ്ടന്റുള്ള സാധനം കാർഡിയാക്കിന്റെ മെഡിസിന് ജനറിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 80% കിട്ടാനുണ്ട് ഇവിടെ മാർക്കറ്റിൽ. അതാ ഞാൻ പറഞ്ഞത്, അതാണ് ഡിഫറൻസ്. അത് ആ ക്വാളിറ്റിയിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടാണ്. ഇപ്പം ഒരു ക്ലിനിക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഹോസ്പിറ്റലായിട്ട് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ വളർന്നു. ഇനി എന്തൊക്കെ പ്ലാനാണ് ശരിക്കും ഹയാത്തിനുള്ളത്? ഏതൊക്കെ സെക്ടറിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട് ശരി? ഇപ്പോ നമ്മള് ക്ലിനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, അവിടെ ഒരു 30 ബെഡ് ഹോസ്പിറ്റലായി. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു 1 year കൊണ്ട് നമ്മളവിടെ ഒരു 100+ ബെഡ് കപ്പാസിറ്റിയിലേക്ക് അവിടെ സെയിം അവിടെ ഇപ്പൊ നമുക്കൊരു ഹയാത്ത് മദർ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 yearന്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ആവും. നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, പേഷ്യൻസ് ആളുകൾക്ക് നല്ല അഫോർഡബിൾ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നത്. സോ അത് നമ്മൾ കുറച്ചും കൂടി വൈഡ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്ക് എത്തിക്കണം. ദെൻ നമുക്ക് ഔട്ട് ഓഫ് ക്ലിനിക്സ് ആയിട്ട് പോകണം. ക്ലിനിക്സ് അല്ലാണ്ട് ഏതെങ്കിലും സബ്സിഡറി ബിസിനസ്സിലേക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും മറ്റു പ്ലാനുകൾ ഉണ്ടോ? ഇല്ല, ഇപ്പൊ നമ്മള് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് ആണ്. അതില് ഈ പറഞ്ഞ നമുക്കൊരു ഹൈപ്പർ ഫാർമസി, ലബോറട്ടറി, ഹോം കെയർ, നമ്മള് ഇപ്പൊ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സർവീസസും കുറച്ച് നല്ല രീതിയിൽ കുറച്ചും കൂടി പ്രീമിയം ദുബായിലേക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു ക്ലിനിക്ക് ഈ വർഷം നമ്മൾ ഓപ്പൺ ആവുന്നുണ്ട്. ദുബൈയിലാണ് ഓപ്പൺ ആവുന്നത്. ദെൻ നമ്മൾ ഈ വർഷം തന്നെ നമ്മള് മലപ്പുറം നമ്മളെ ജില്ലയിൽ തന്നെ ഒരു 6 ലൊക്കേഷനിലും കൂടി നമ്മൾ ഓപ്പൺ ആവുന്നുണ്ട്. ദെൻ അതിനുശേഷം നമ്മള് പുറത്തേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോടേക്കൊന്നും വരുന്നില്ല? കോഴിക്കോട്ടുണ്ട്, നമ്മൾ പ്ലാനിലുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മള് മലപ്പുറം ജില്ലയിൽ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ആദ്യം ഒന്ന് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഹോസ്പിറ്റലിന്റെ ബാക്കിൽ ഒരു ബിസിനസ് ആസ്പെക്ട് ഉണ്ടെന്ന്. അപ്പൊ ഈ ഹോസ്പിറ്റൽസിനൊക്കെ ടാർഗറ്റ് ഒക്കെ ടാർഗറ്റ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാല് ടാർഗറ്റ്സ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഡോക്ടേഴ്സിന് എന്തെങ്കിലും കമ്മീഷൻ അങ്ങനെ അവർക്ക് ഇപ്പൊ ഇത്ര പേഷ്യൻസിന് ഇത്ര കമ്മീഷൻ അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് ഒരു ഫിക്സഡ് സാലറി ആണ്. മെജോറിറ്റി എല്ലാവർക്കും സാലറിയുടെ തന്നെയാണ് വർക്ക് ചെയ്യുക. ദെൻ അവർക്ക് കേസിന് കട്ട്സ് ഉണ്ടാവും. സർജറി കേസിനൊക്കെ അവരെ ഒരു ചാർജ് ഉണ്ടാവും. കാരണം അവർ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നതിന് അവർക്കൊരു വർക്ക് ചെയ്യുന്നതിന് ഒരു സാലറി അവർ പറയുന്നുണ്ടാവും. OP ഇരിക്കുന്നതിന് ഒരു സാലറി പ്ലസ് പ്രൊസീജിയർ ഒരു കട്ട്സ് ഉണ്ടാവും അവർക്ക്. സർജറി കട്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ആ മെയിൻ്റെനൻസ് ഉണ്ട് ഇതില്. ഇപ്പോ എല്ലാം ഒരു ചെറിയ മെഷീൻസിന് വരെ നമുക്ക് സബ്സിഡി ഒന്നും ഗവൺമെന്റ് ഒന്നും കൊടുക്കണമെന്നില്ല. ഹോസ്പിറ്റൽസിന് ഒരു സബ്സിഡി ഇല്ല. ഗവൺമെന്റിന്റെ ഒരു സബ്സിഡി ഒരു മെഷീനറീസിന് പോലും ഇല്ല. അപ്പോ അതിനൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. സോ അത് അവർക്ക് റിട്ടേൺ ആവണം. ബ്രോന് 27 ഏജ് ഉള്ളൂ, 35 ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞു. ഈ ഡോക്ടർമാരെയൊക്കെ എങ്ങനെയാണ് ഹയർ ചെയ്യുക? നമ്മളെക്കാളും ഏജിലുള്ളവരായിരിക്കും മിക്കവാറും, പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ എങ്ങനെ അവരെ ഹയർ ചെയ്യും, എങ്ങനെ അവരെ റീറ്റെയിൻ ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം PRO ഞാനായിരുന്നു, മാനേജർ ഞാനായിരുന്നു, എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് അവരെ പോയി കാണാം. നമ്മൾ അവരെ ഹോസ്പിറ്റലിനെ പറ്റി അവരോട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. കാരണം അവർ വർക്ക് ചെയ്യുന്ന സ്പേസ് അവർക്ക് ഒരു കൺസേൺ ഉണ്ടാവും. വെറുതെ ഒരു സ്പേസിൽ വർക്ക് ചെയ്ത് കാരണം അവർ ചെയ്യുന്ന ട്രീറ്റ്മെന്റും ഓക്കെ ആവണം. അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. അത് കൺവിൻസ് ചെയ്യലാണ് ഫസ്റ്റ്. അവരത് കൺവിൻസ് ചെയ്യുക. ദെൻ അവർ വന്ന് വിസിറ്റ് ചെയ്യും. നോർമലി അങ്ങനെ വിസിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവും. പിന്നെ അതല്ലാത്ത ഇത് സീനിയർ മോസ്റ്റ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ, അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ഹയർ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ നോർമൽ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത് പോലെ തന്നെ പക്ഷെ ഡോക്ടർ കൊടുക്കേണ്ട
റെസ്പെക്ടും കാര്യങ്ങളൊക്കെ അത്ര ഒരു മാറ്റമുള്ളൂ. പക്ഷെ ഭൂരിഭാഗം ഹോസ്പിറ്റലിലും ഒരു ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന്റെ ഒക്കെ ഒരു സർവീസ്, അവരുടെ ഒരു ബിഹേവിയർ ഒക്കെ അവിടുത്തെ ഒരു ബിസിനസിനെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗുഡ് വില്ലിനൊക്കെ നല്ലപോലെ എഫക്ട് ചെയ്യില്ലേ? അതുണ്ട്. കാരണം ഇത് ഏതൊരു സ്ഥാപനം പോലും സ്ഥാപനം തുടങ്ങിയ ആളല്ലല്ലോ പേഷ്യൻസിനായിട്ട് അല്ലെങ്കിൽ കസ്റ്റമറായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ഡോക്ടേഴ്സും സ്റ്റാഫും തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഏതൊരു സ്റ്റാഫ് അവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് ഒരു 1 month അവിടെ പ്രൊബേഷൻ പീരീഡ് ആണ്. അവരെ ആദ്യം വർക്ക് നോക്കും, പേഷ്യൻസിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സ്റ്റാഫിനായിട്ടുള്ള എങ്ങനെ ബിഹേവിയർ, അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാഫിനെ അവിടെ പെർമനന്റ് ആക്കാം. റിട്ടൻഷനിലെ ഒരു പ്രോബ്ലം ഇല്ല ബ്രോ. കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്ത് ഇപ്പൊ കുറ്റിപ്പുറത്താണ് ഹോസ്പിറ്റല്. മലപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കോഴിക്കോടേക്ക് വരാണ്ട് ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോ അത് ഇവരെ അട്രാക്ട് ചെയ്യില്ലേ? അപ്പൊ ഒരു ക്ലിനിക്കിൽ നിൽക്കണോ അല്ലെ എനിക്ക് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സംബന്ധിച്ചിടത്തോളം എങ്ങനെ അവർ റീറ്റെയിൻ ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ തുടങ്ങിയ സമയത്ത് ആകെ ഒരു 9 ഡോക്ടേഴ്സ് ഒരു 7-8 ഡോക്ടേഴ്സ് ആവാൻ കത്തുള്ള കാരണം അതുകൊണ്ടാണ്. ചെറിയൊരു ഏരിയ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബൈ ഒന്നുമില്ല, ഫെസിലിറ്റി ബൈ ഒന്നുമില്ല. പക്ഷെ ഇന്ന് നമുക്ക് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ബൈ ഫെസിലിറ്റി കുറ്റിപ്പുറത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാപനം നമുക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ബൈ ഇൻഫ്രാസ്ട്രക്ചറിലും ബൈ ഫെസിലിറ്റിയിലും കുറ്റിപ്പുറത്ത് ഉള്ളതിലും ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലാണ്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് ഡോക്ടേഴ്സിനോട് കൃത്യമായിട്ട് പറയാം ഞങ്ങൾ യൂസ് ചെയ്യുന്ന മിഷനറീസ് ആണ്, നമുക്ക് എല്ലാ മിഷനറീസ് ഉണ്ട്. ദെൻ അത് വെറുതെ പറയാൻ മാത്രമല്ല, ഡോക്ടേഴ്സ് അവിടെ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കാണാനും കൂടി പറ്റില്ലോ. ലാബിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, യൂസ് ചെയ്യുന്ന മെഡിസിൻസ്, ക്രൈറ്റീരിയ, എക്സ്റേ, മീൻസ് സ്കാനിങ്, തിയേറ്റർ, അഡ്മിറ്റിന്റെ ക്വാളിറ്റി എല്ലാം അത് അവര് അങ്ങനെ തന്നെയാണ് മെജോറിറ്റി ഡോക്ടേഴ്സ് എന്നോട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ എന്ന് പറയും. ദെൻ അവരുടേതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കുന്നുണ്ടാവും, മേ ബി ഒരു ചെറിയൊരു സ്റ്റഡി നടത്തുന്നുണ്ടാവും അവിടെ നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട്, മേ ബി ഒരു എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് അവൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഞാന് ഫസ്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഡോക്ടേഴ്സ് വരാൻ കുറെ ബുദ്ധിമുട്ടായിരുന്നു ഇനീഷ്യൽ ടൈമിൽ. കാരണം അവിടെ ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് അവരെ പറഞ്ഞിട്ട് നമ്മളൊരു ബ്രാൻഡായി മാറുമ്പോഴാണ് ആളുകൾ നമ്മളെ അടുത്തേക്ക് ഒന്നുമില്ല. പിന്നെ അവരവിടെ വന്നിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. സ്വാഭാവികമായിട്ട് ആദ്യം ശ്രദ്ധിച്ച് ഇൻഫ്രാസ്ട്രക്ചർ വൈസും ബൈ ഫെസിലിറ്റി സൈഡും ആദ്യം നമ്മൾ ഓക്കെ ആവുക, നമ്മളവിടെ ബെറ്റർ ആവുക. അപ്പൊ അവർക്ക് നമ്മളോടൊരു അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഓക്കെ വരാം എന്നുള്ള രീതിയിൽ വരും. ദെൻ അവര് വിസിറ്റ് ചെയ്യുമ്പോൾ അവരവരെ സാലറി പറയും, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെ ഹയർ ചെയ്യും, അല്ലാത്തവരോട് നമ്മൾ നോ പറയേണ്ടി വരും. ഹോസ്പിറ്റൽ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് മാത്രമല്ല, നമുക്ക് നഴ്സുമാരെ ഹയർ ചെയ്യേണ്ടി വരും, അറ്റൻഡേഴ്സിനെ ഹയർ ചെയ്യേണ്ടി വരും, പാരാമെഡിക്കൽ സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നഴ്സുമാരെയൊക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് ഇവിടെ പഠിച്ചിട്ട് വേഗം പുറത്തേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി സാലറി എവിടെയാണ് കിട്ടുക, ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. അതൊക്കെ എത്ര ഡിഫിക്കൽട്ട് ആണ് അങ്ങനെ നഴ്സുമാരെ ഫൈൻഡ് ചെയ്യുന്നത്, ബാക്കിയുള്ള സ്റ്റാഫിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്? ഏതൊരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ സ്ഥാപനം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ രജിസ്റ്റർ ആയിട്ടുള്ള കമ്പനി ആയിരിക്കാം എന്നുള്ള. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾക്കൊരു വലിയൊരു കോർപ്പറേറ്റ് ഒന്നല്ല, പക്ഷെ പറ്റുന്ന രീതിയിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റാഫിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരു ഗുണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെ അവർക്കൊരു പ്രൊബേഷൻ ടൈം കൊടുക്കും. അവർക്കിവിടെ വർക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ആ ഒരു 1 month വർക്ക് ചെയ്താൽ മതി. ഇല്ലാതെ അവർക്ക് 1 month ചെയ്താൽ ഫ്രീ ഓഫ് ലീവ് ചെയ്യാൻ അവിടുന്ന് ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, നമ്മളിപ്പം ഇത്രയും നേരം നമ്മൾ സക്സസിനെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ക്ലിനിക്ക് തുടങ്ങി ഒരു 3 വർഷത്തിനുള്ളിൽ ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തു, ഇത്രയും സ്റ്റാഫ് ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൈസിസ് എന്തായിരിക്കും ശരിക്കും പറഞ്ഞു? ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് മേജറായിട്ട് 2-3 ഇൻസിഡൻസ് നമുക്ക് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊറോണ വന്നുള്ളതാണ്. അതൊന്ന് കൊറോണ വന്നൊരു പോസിറ്റീവ് സൈഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് സ്ഥാപനത്തെ സംബന്ധിച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കോവിഡ് വരെ ഷട്ട് ഡൗൺ ആവുക, ലോക്ക്ഡൌണിൽ പെടുക എന്ന് പറയുമ്പോൾ അത് നമ്മളന്ന് ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയിട്ട് അതാണ് മെയിൻ ഒരു ഇൻസിഡന്റ് ആയിട്ട്. ദെൻ നമ്മളെ ഹോസ്പിറ്റലിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണം എന്നില്ല. ഹെൽത്ത് കാർഡും അതൊക്കെ എല്ലാ കാര്യങ്ങളൊന്നും വിജയിച്ചില്ല. പാളിപ്പോയ പല കാര്യങ്ങളും ഉണ്ട് അവിടെ. ഞാൻ ടെലിമെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു ലോക്കൽ മാർക്കറ്റ്, മേ ബി കാലിക്കറ്റ് പോലെ ഒരു എറണാകുളം പോലത്തെ ഒരു സിറ്റിയിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ അങ്ങനത്തെ അവിടെ മേ ബി കുറച്ചും കൂടി ചാൻസസ് ഉണ്ട്. പക്ഷെ അവിടെ അത് അത്ര സക്സസ് ഒന്നും ആയിട്ടില്ല. അപ്പൊ അതിന് മുടക്കി കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ഡെഡ് ആയിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് റണ്ണിങ്ങില്. പിന്നെ ബിസിനസ് സൈഡിൽ ഇപ്പൊ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്കൊരു ബിസിനസ് സൈഡിൽ നിന്ന് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഓൾറെഡി ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ അതിന്റെ ലീഗൽ വശങ്ങളോ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനോ ഒന്നും തുടങ്ങാതെ തുടങ്ങിയതാണ്.
ഇതേ ആൾ തന്നെ വീണ്ടും അത്തരം ഒരു കാര്യത്തിൽ പോയി പെട്ടുന്നുള്ളതാണ്. ഒരു ബിസിനസ് എപ്പോഴും ഒരു പേപ്പറിന് പുറത്തേക്കാരം മേ ബി എല്ലാവരും കാണണ്ടാവുക. എല്ലാവരും അങ്ങനെ തന്നെ കാരണം, പക്ഷെ മെജോറിറ്റി ആൾക്കാർ എപ്പോഴും ഒരു വിശ്വാസം, ട്രസ്റ്റ്, ബന്ധങ്ങളൊക്കെ വാല്യൂ ചെയ്യുന്നുണ്ടാവും. ഞാൻ അങ്ങനെ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 5 വർഷത്തോളം നമുക്കൊരു ബന്ധമുള്ള ഒരാള് ഞാനത് ക്ലിനിക്കിൽ ഹോസ്പിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലിനിക്ക് എനിക്ക് റണ്ണ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരുന്നു. കാരണം ചെറിയ കുറച്ച് സ്റ്റാഫ്, രാവിലെ തുറക്കുന്നു, നൈറ്റ് ഓഫ് ചെയ്യുന്നു, അത്ര മീൻസ് ടെൻഷൻസ് ഇല്ല, ഹെഡ് ഏക്സ് ഇല്ല, നല്ല പേഷ്യൻസ് ഉണ്ട്, ബ്രേക്ക് ഡൗൺ ആയി നല്ല പോലെ പോവാം. ഇനി അതൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ട്രീറ്റ്മെന്റ് സൈഡ് ഓക്കെ ആണോ, അപ്പൊ അതിനൊരു മെഡിക്കൽ ഡയറക്ടർ കൊണ്ട് ഒരു വിങ് വേണം. അപ്പൊ നമ്മുടെ ഡയറക്ടേഴ്സ്, നമ്മള് പാർട്ണേഴ്സ് തമ്മിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊരു ഡോക്ടേഴ്സ് വിങ് ഇവിടെ ഉണ്ടാക്കാം. സോ ഒരു മെഡിക്കൽ ഡയറക്ടർ നമുക്ക് വേണം. അങ്ങനെ ഒരു ഡോക്ടറെ, അത്രയും ബന്ധമുള്ള ഒരു ഡോക്ടറെ മെഡിക്കൽ ഡയറക്ടർ ബോർഡിൽ എടുക്കുകയാണ് ചെയ്തത്. അത് ബൈ ബിസിനസ് സൈഡ് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണത്. ഒരാളെ അതിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ അത്രയും ഷെയർ വാല്യൂസ് ഒക്കെ പോവാന്നൊക്കെ പറയുന്നതൊക്കെ ബിസിനസ് സൈഡ്. പക്ഷെ ഞാനത് എനിക്ക് എന്റെ ബാക്കി കോ പാർട്ണേഴ്സിനെ അത് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. എനിക്ക് കൺവിൻസ് ചെയ്യാൻ എടുത്ത സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുത്തു. കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ വിങ്, ഡോക്ടേഴ്സിന്റെ ഒരു വിങ് അവിടെ ഉണ്ടാകുമ്പോൾ നമ്മളെ ട്രീറ്റ്മെന്റ് സൈഡാണ് ബെറ്റർ ആകുമ്പോൾ, ഫാർ ബെറ്റർ ആവും. കാരണം ആ ടെൻഷൻ എനിക്ക് മാറി. എന്നെ സംബന്ധിച്ചത് ബാക്കി നോക്കിയാൽ മതി. ഡോക്ടേഴ്സിന്റെ ഒരു വിങ്, ഒരു മെഡിക്കൽ ഡയറക്ടർ ബോർഡ് അവിടെ ഉണ്ടാകുമ്പോൾ അവർ ട്രീറ്റ്മെന്റ് ഏറ്റവും ബെറ്റർ ആക്കാൻ നോക്കും, ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ കൊണ്ടുവരാൻ നോക്കും, സ്റ്റാഫിനെ അങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കും, സ്റ്റാഫിന് നല്ല ക്ലാസ്സുകൾ കൊടുക്കും. അതാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അങ്ങനെ ഒരു നമ്മളെ സുഹൃത്തായിട്ടുള്ള ഒരാളെ എടുക്കുകയും അദ്ദേഹത്തിന് അതിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് തരികയും അങ്ങനെ കൊണ്ടുവരിക. അങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സംഭവം തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ബൈ ഡോക്യുമെന്റേഷനും ബൈ കാര്യങ്ങളും ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് തുടങ്ങാന്നുള്ള, അതാണ് ഏറ്റവും ബെറ്റർ. ഇതേ ഞാന് അവിടെ അത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അത്രയും ഒരു ബഹുമാനുള്ള ഒരു വ്യക്തി, നമ്മുടെ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ, അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മെഡിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. അതെ അതെ അതെ. അപ്പൊ ഞാൻ അവിടെ അദ്ദേഹത്തിനോട് അത്രയും ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നത് പറഞ്ഞപ്പോ, അപ്പൊ നമ്മളെ വിശ്വാസപ്രകാരം, എല്ലാവരും വിശ്വാസികൾ, നമ്മളെ വിശ്വാസപ്രകാരം ബാക്കിയുള്ളതിനപ്പുറത്തേക്ക് എപ്പോഴും ബന്ധങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകും, വിശ്വാസവഞ്ചന നടത്താതിരിക്കാന്നുള്ളതൊക്കെ. സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടായില്ല. മൂപ്പരാള് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ബാക്കി 90% ഇൻവെസ്റ്റ്മെന്റ്സ് ഞങ്ങൾ കണ്ടു. ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. വർക്കെല്ലാം ഫിനിഷ് ആയി. കാരണം ഹോസ്പിറ്റൽ എന്നുള്ള പേരിലേക്ക് കൺവേർട്ട് ആയി ലൈസൻസ് എല്ലാം മാറ്റി ഹോസ്പിറ്റലായിട്ട് ജൂണിൽ ഓപ്പൺ ആക്കാൻ തീരുമാനിക്കാൻ. ക്ലിനിക്കിനും ഹോസ്പിറ്റലിനും വെവ്വേറെ ലൈസൻസ് ഉണ്ട്. ക്ലിനിക്ക് ആവുമ്പോൾ നമുക്ക് IPs ഒന്നുമില്ല, ബാക്കി പ്രൊസീജിയർ ഒന്നും നടത്തുന്നില്ല, ചെറിയ ഡോക്യുമെന്റ്സ്. മറ്റേതിൽ ഹോസ്പിറ്റലിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ, അതായത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസിൽ നിന്ന് നമുക്ക് അതിന്റെ ഒരു ലൈസൻസ് മാറ്റം വരുത്താൻ. ഈവൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വരെ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും. ഫാർമസി ഉൾപ്പെടെ എല്ലാം A to Z പേപ്പേഴ്സ് നമുക്ക് മാറ്റം വരുത്താനുണ്ടാവും. സോ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരു കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഞാൻ പറയുമ്പോൾ ചെറുതായി ഇങ്ങനെ പറഞ്ഞു, അതില് ഫിനാൻസ് ബൈ ഫണ്ടിങ് കണ്ടെത്തണം, ഇൻവെസ്റ്റ്മെന്റ്സ് കണ്ടെത്തി അത് പറഞ്ഞ ആ ടൈം, കുറഞ്ഞ ടൈം പീരീഡിൽ അത് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യിക്കാന്ന് പറയണത് ആ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സമയമായിരുന്നു അത്. പക്ഷെ നമ്മൾ അതൊക്കെ ദൈവം സഹായിച്ചതൊക്കെ കടന്നുപോയി, അതൊക്കെ റെഡിയായി. പക്ഷെ ഈ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന വ്യക്തി, മെഡിക്കൽ ഡയറക്ടർ ആയിരുന്ന ആള് നമ്മളോട് എങ്ങനെയാണ് പ്ലാൻസ് ഒക്കെ ചോദിച്ചപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തിനാലും അത്രയും ബന്ധം കാത്തിങ്ങനെ സൂക്ഷിക്കുന്നതോടെ നമ്മൾ വേറൊരു മാറാട് വെക്കുന്നത് ശരിയല്ലല്ലോ. സ്വാഭാവികമായിട്ട് എന്റെ പ്ലാൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയും ചെയ്യാൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യണം, ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യണം, ഇവിടെ എങ്ങനെയൊക്കെ ഇനി പേഷ്യൻസിനെ കൊണ്ടുവരാണ്. അപ്പൊ അതുവരെ ഇല്ലാത്തൊരാള്, ഇപ്പൊ ഞാൻ ഒരിക്കലും ബ്ലെയിം ചെയ്ത് പറയില്ല, അപ്പൊ അതുവരെ ഒരു സൂചന പോലും തരാത്ത ഒരാള് അങ്ങനെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് മാറി നമ്മളെ തൊട്ടടുത്തൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങളുടെ A to Z പ്ലാൻ ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം സംഭവം നമ്മൾ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ പുള്ളി ഹോസ്പിറ്റൽ. ഞാൻ പറയുന്നത് ഇപ്പൊ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ ലോക്കൽ മാർക്കറ്റ് ഓഫ് കേരളം എന്ന് പറഞ്ഞത് നാസിഫിന് മാത്രമുള്ളതല്ല. നാളെ എന്റെ മുന്നിലും വേറെ ആൾക്ക് തുടങ്ങാം, തൊട്ടടുത്ത് വേറൊരു സ്ഥാപനം തുടങ്ങാം. അതൊക്കെ കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നത് ആ ടൗണിൽ നമ്മളെ കൂടെ നിന്ന് അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഞാൻ പറഞ്ഞത് സ്ഥാപനങ്ങൾ തുടങ്ങാം. സ്ഥാപനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ലൊക്കാലിറ്റി കുറച്ചും കൂടി എക്സ്പോഷർ വരും, ആളുകൾ കുറച്ചും കൂടി വരും, അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരാള് ഒരു സുപ്രഭാതത്തില് നമുക്കൊരു അടി കിട്ടിയ മാതിരി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അതായത് ജൂലൈ ഫസ്റ്റ് വീക്കിൽ ഓപ്പൺ ഫിക്സ് ചെയ്ത ആള് ജൂണിൽ ലാസ്റ്റ് ഇറങ്ങാം. പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങാന്ന് പറയുമ്പോ
ഈ വ്യക്തിനെ വിശ്വസിച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചു കഴിഞ്ഞു. നോ ഇഷ്യൂസ്, ഒരു ഇഷ്യൂസ് ഇല്ല, അവർക്ക് ഇറങ്ങാം, അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം, നോ ഇഷ്യൂസ്, അവർ അങ്ങനെ പ്രശ്നമില്ല. അത് വല്ലാണ്ട് ബാധിച്ചു. അതിലൊരു 4-5 ദിവസം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ സ്റ്റക്കായി. പക്ഷെ അന്നും ഞാനിപ്പോഴും ദൈവത്തിന് കണ്ടില്ല. എന്റെ പാർട്ട്നേഴ്സ് ആണ് പറഞ്ഞത്, നമ്മൾ ആരും കണ്ടിട്ടല്ല തുടങ്ങിയിട്ടുള്ളത്, ടൈം എടുക്കാം, ടൈം എടുത്ത് ഈ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ഓർത്തോ വിഭാഗമായിരുന്നു. ഇന്ന് അവിടെ ഹോസ്പിറ്റലിൽ അന്ന് ഒരു ഡോക്ടറേ ഉള്ളൂ. ഇന്ന് ഓർത്തോ വിഭാഗത്തിൽ മാത്രം നമുക്ക് 5 ഡോക്ടർ. അപ്പോ 5 ഡോക്ടേഴ്സ് വന്നു. സ്ഥാപനം നമുക്ക് വലിയ കുഴപ്പമില്ല. നമ്മളത് ഞാൻ അപ്പോഴും ഇന്നും വിശ്വസിക്കുന്നത്, നമ്മള് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ട് ചെയ്യാത്തോടത്തോളം കാലം നമുക്കൊന്നും സംഭവിക്കാന്ന് ഞാൻ ക്ലിനിക്ക് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റണ്ണിങ് ആണ്. ഒരു സൈഡിൽ പോകുന്നുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല, അത് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജ് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും, ദേഷ്യം വരും, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജസ് ഒന്നും ഇപ്പൊ ഞാൻ സൂക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞു. അങ്ങനെ 1-2 അങ്ങനെ റീസൺസ് ഉണ്ടായതുകൊണ്ടാണ് ചലഞ്ചസ് ആണല്ലോ നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. അതെ, ഇന്നിങ്ങനെ വന്നിരിക്കാനും അതേപോലെ തന്നെ ഇപ്പൊ തുടങ്ങാൻ പോകുന്ന ക്ലിനിക്കുകളിലേക്കും എക്സ്പാൻഷനിലേക്കും ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമുക്ക് ഇനി അടുത്തത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് എത്താനൊക്കെ ഒരു മോട്ടീവ് ആയത് അത് തന്നെ. ഹെൽത്ത് കെയർ ബിസിനസ്സിൽ നമ്മൾ പറയുമ്പോൾ എനിക്കിപ്പോ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ആസാദ് മൂപ്പന്റെ നേരാണ്. അപ്പോൾ പുള്ളിന്റെ സ്റ്റോറി ഏകദേശം സെയിം ആണ്. ചെറിയ ചെറിയ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോകും, പിന്നെ ഒരു നെറ്റ്വർക്ക് ഓഫ് ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്തൊരു സ്റ്റോറിയാണല്ലോ അദ്ദേഹത്തിന്റെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ശരിക്കും നാസിർ ബ്രോന്റെ കാര്യങ്ങളും പോകുന്നത്. അങ്ങനെ അത്രമാത്രം കമ്പയർ ചെയ്യേണ്ടതെന്നല്ല. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞപ്പോ ഞാൻ ഓൾറെഡി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഞാൻ കാണാൻ ആഗ്രഹിച്ച ആളുകളിൽ ഒരാളാണ് ആസാദ്. എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മിഡിൽ ഈസ്റ്റ് അന്ന് ദുബൈയിൽ പോയ സമയത്ത് അറബ് ഹെൽത്തിൽ ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ചെറിയൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പ്ലാൻസുമായിട്ട് ഗോ ഹെഡ് യുവർ പ്ലാൻസ്, ബാക്കിയെല്ലാം വന്നു ചേരുന്ന മൂപ്പര്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്ലാൻസുമായിട്ട് മുന്നോട്ട് പോവാണ്. വലിയ വലിയ സ്വപ്നങ്ങളാണ്. അപ്പൊ അതായിട്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോവാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന എക്സ്പെക്ടേഷൻ ഇൻഷാല്ലാ അങ്ങനെ തന്നെ ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഹെൽത്ത് കെയർ ബിസിനസ്സിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കേണ്ടത്? ഫസ്റ്റ് പറയാനുള്ളത് 100% ഇതൊരു ബിസിനസ് ആയിട്ട് കാണരുത് എന്നുള്ളതാണ് ആദ്യമായിട്ട്. സ്ഥാപനം വന്നിട്ട് നമ്മൾ സർവീസ് സെക്ടറിൽ തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളതും ഞാൻ വിശ്വസിക്കുന്നത് ആളുകളോട് അല്ലെങ്കിൽ സമൂഹത്തിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ഏരിയ ആണ് ഹെൽത്ത് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. പലതും നമ്മൾ കാണേണ്ടി വരും, പല രീതിയിലുള്ള ആൾക്കാർ, പല അവസ്ഥയിലുള്ള ആൾക്കാർ. നമുക്ക് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കോണം. പല രീതിയിലുള്ള ആളുകളെ കാണാം. പക്ഷെ അവരോടൊരു കരുതലും കമ്മിറ്റ്മെന്റും എല്ലാം കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം ഈ ക്ലിനിക്കിലേക്ക് ഇറങ്ങി തിരിക്കാൻ എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഇതിനൊരു ബിസിനസ് സൈഡ് ഉണ്ട്, ഇതിന് നോർമൽ ഒരു പ്രോഫിറ്റ് സൈഡ് ഉണ്ട്, ഇതിന് നോർമൽ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും മറ്റൊരാൾക്ക് ട്രസ്റ്റ്, അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ, അവർക്ക് എപ്പോഴും ഒരു അഫോർഡ് ചെയ്യാം, നമ്മളൊരു വിശ്വാസം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിലും നല്ല മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊരു ട്രീറ്റ് ചെയ്തിട്ട് അസുഖം ഭേദമായ ഒരാൾ നമ്മളെ കാണുമ്പോൾ നമുക്ക് തരുന്ന ഒരു പരിഗണന, അല്ലെങ്കിൽ നമ്മളോട് കാണുമ്പോൾ നമ്മളെക്കാട്ടി മുതിർന്ന ആൾക്കാർ നമുക്ക് തരുന്ന ഒരു കരുതലും പരിഗണന, അതൊക്കെ കിട്ടുമ്പോൾ ഒരു മറ്റൊരാളെ പ്രാർത്ഥനയൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ കിട്ടാൻ നല്ലൊരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇതിന് നല്ല നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. നമ്മള് തുടങ്ങി വിചാരിച്ച് ഒന്നും സക്സസ് ആവാനില്ല. ഒരുപാട് ക്ലിനിക്സ് പൂട്ടിപ്പോയതും ഒരുപാട് ക്ലിനിക്സ് നടത്താൻ പറ്റാതായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. ഞാൻ പറയാൻ പറ്റുന്നത്, എന്റെ കേസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ ആകെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും ഒരു 4 മാസമൊക്കെ ലീവേ ഉണ്ടാവുള്ളൂ. ടോട്ടൽ എന്റെ ലീവിന്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ, കമ്പനിയുടെ റെക്കോർഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 4 മാസം ഏറിപ്പോയാൽ 120-200 ഡേയ്സ് ഒക്കെ ഞാൻ ലീവ് ഉണ്ടായിട്ടുള്ളൂ. ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ടും ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും, എന്നിട്ട് തിരിച്ചു പോരാ. അപ്പോ അങ്ങനെ കമ്മിറ്റ് ചെയ്ത്, അത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും കമ്മിറ്റ്മെന്റ് വേണം, അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റണം. പാഷനെ ഫോളോ ചെയ്താൽ മതി, ബാക്കിയൊക്കെ ശരി. അങ്ങനെ ഡ്രീം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങാൻ എന്ത് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും ഇനീഷ്യലി? അത് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ആണ്. ഞാൻ പറയുന്നത് നമുക്കൊരു
80 to 1 CR അടുത്ത് ഫസ്റ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരും ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിനിക്സ്. അതിൽ നമ്മൾ അത് പല ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ആണ്. നമ്മൾ മേടിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന മെഷീൻസിന്റെ ബ്രാൻഡ്സ്, അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതൊക്കെ ഡിപ്പെൻസ്. ഒരു നോർമൽ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു 80 lakhs ഒക്കെ ധാരാളമാണ്. ഞാൻ ഈ ഒരു ഇൻഡസ്ട്രീന്റെ പോസിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത സമയത്ത് അപ്പം അവിടെയുള്ള അറബികൾ അതുപോലെ ഫോറിനേഴ്സ് ഒക്കെ അധികവും അത്രയും പ്രീമിയം ആയിട്ടുള്ള സർവീസ് ഒക്കെ അവിടെ ലഭിക്കുമെങ്കിൽ പോലും അവർ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയറിലൊക്കെ തിരഞ്ഞെടുക്കുന്നത് ശരിക്കും നമ്മുടെ നാടുകളിൽ ഇപ്പം ഡെന്റൽ കെയർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ കോട്ടക്കലൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഫുൾ ഫോറിനേഴ്സാണ്. അത് ശരിക്കും എന്തുകൊണ്ടാണ് അവർ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്? അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും ക്വാളിറ്റി ഡോക്ടേഴ്സും ഏറ്റവും ക്വാളിറ്റി സ്റ്റാഫ്സ്, പാരാമെഡിക്കൽ നഴ്സുമാരുള്ളത് കേരളത്തിലാണ്. ഇപ്പൊ നമുക്ക് നമ്മളെ ഫോറിനേഴ്സ് UK ഏറ്റവും കൂടുതൽ കേരള നഴ്സുമാരാണ് ഉണ്ടാവുക. കാരണം അത് നമ്മുടെ ഒരു കൾച്ചറാണ്. അത് നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുന്ന രീതി നമ്മളും വേറൊരു സംസ്ഥാനങ്ങള് മറ്റുള്ള സംസ്ഥാനങ്ങളെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തോന്ന് അറിയില്ല, എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. അവർ നമ്മളോട് പെരുമാറുന്ന ബിഹേവിയറും നമ്മൾ കേരളത്തിലെ സ്ഥാപനത്തിൽ പോയി ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളോട് ചെയ്യുന്ന ബിഹേവിയറും രണ്ടാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതില് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഏക കൺട്രി ഇന്ത്യയാണ്. അതായത് ഒരു UK അതിൽ ഏറ്റവും നമ്പർ 1 ബെസ്റ്റ് നമ്മുടെ കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്ത് കൊറോണ, നിപ്പ ഇതെല്ലാം അതിജീവിച്ച എനിക്ക് ഫോറിൻ കൺട്രീസ് വരെ അത്രയും നമ്മളെ ആ സമയത്ത് പ്രശംസിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു കേരളം. അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു ഹോസ്പിറ്റലാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. നമ്മളെ ഏറ്റവും വലിയ, നമ്മൾക്ക് എപ്പോഴും അഭിമാനമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പറയുമ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അതിൽ ഏറ്റവും നമ്പർ 1 ആണ്. ഇപ്പോൾ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ വലിയ എമൗണ്ട് വരുന്നത് ഇവിടേക്ക് അവർ വരുമ്പോൾ ചീപ്പ് എമൗണ്ട് ആണ്. പക്ഷെ അവർക്കത് ക്വാളിറ്റി അതിൽ കോംപ്രമൈസും ചെയ്യുന്നില്ല. സെയിം ട്രീറ്റ്മെന്റ് അതിലൊരു പടി മുന്നിൽ നല്ലാണ്ട് ബെസ്റ്റ് ആൻഡ് ചീപ്പ്. അതാണ്, അഫോർഡബിൾ ആണ് ഇവിടെ. രണ്ട്, നമ്മളെ ഡോക്ടേഴ്സും നമ്മുടെ നഴ്സുമാരാണെങ്കിലും നമ്മുടെ ടെക്നീഷ്യൻസ് ആണെങ്കിലും പാരാമെഡിക്കൽ സ്റ്റാഫ് ആണെങ്കിലും ഇത്രയും നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ നോർമലി നമ്മൾ ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് പോകുമ്പോൾ നമ്മളെ സിംറ്റംസും സിറ്റുവേഷൻസും ഡോക്ടറെ അടുത്ത് പറയും. ഡോക്ടർ ചില ക്വസ്റ്റ്യൻസ് നമ്മളോട് തിരിച്ചു ചോദിക്കുകയും അതിനുള്ള ആൻസർ നമ്മൾ കൊടുക്കുകയും ഇതാണല്ലോ കൺസൾട്ടേഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും ഡോക്ടർ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡാറ്റ പോയിന്റ്സ് ഉണ്ടാക്കി അതിൽ നിന്ന് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു രീതിയാണല്ലോ. അപ്പൊ ശരിക്കും മെഷീൻ ലേണിംഗ് അല്ലേ? അപ്പൊ അവിടെ ഒരു പുതിയ AI ഒക്കെ വരുന്ന സമയത്ത് ഡോക്ടേഴ്സ് റീപ്ലേസ് ചെയ്യപ്പെടാനുള്ള ഒരു ചാൻസ് ഒരു 90% ഞാൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതില് ടെക്നോളജി ഇപ്പോ ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന ടെക്നോളജി അല്ല ഇപ്പൊ ഉള്ളത്. ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെതായ ഇൻവോൾവ്മെന്റ്സ് എല്ലാ സെക്ടേഴ്സിലും വരും. അതല്ലാണ്ട് ഒരു 100% ഒരു ഡോക്ടർ നൽകുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡോക്ടർ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ ഒരിക്കലും ഒരു ടെക്നോളജിക്ക് മാറാൻ കഴിയുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മേ ബി പ്രിസ്ക്രിപ്ഷൻ ഇപ്പൊ ആദ്യം നമ്മളെ ഹോസ്പിറ്റൽസ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ തന്നെ എഴുതായിരുന്നു. ഇപ്പൊ അത് മാറി കോഡിങ് സ്ക്രൈബിംഗ് എന്നുള്ള മേഖലയിലേക്ക് എത്തി വേറൊരു സ്റ്റാഫ് ഇരുന്ന് കോഡ് രൂപത്തിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് മാറി. ഇന്ത്യയിലേക്ക് അത് പ്രചാരണം വന്നു തുടങ്ങി. നമ്മുടെ കേരളത്തിലൊക്കെ ചെറിയ ഹോസ്പിറ്റൽസിലുള്ളൂ, അതിലേക്ക് എത്തി. ഇനി അടുത്തത് AI ടെക്നോളജി ആകും. അപ്പൊ അത് ചുരുങ്ങാന്നല്ലാണ്ട് പക്ഷെ അൾട്ടിമേറ്റ് ഒരു ഡോക്ടർ ഫിസിക്കൽ ടച്ചും ഫിസിക്കൽ അവരെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്റെ ഒരു അഭിപ്രായം പറയാണ്, എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ വെയിറ്റ് നോക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും നോക്കി അവരെ പേഷ്യന്റിന്റെ കണ്ടീഷൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും AIക്ക് സാധിക്കും എനിക്ക് തോന്നുന്നു. മാൻ പവർ എന്തായാലും വേണം. ഇപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മള് ഫസ്റ്റത്തെ സർജറി, നമ്മൾ പണ്ട് ആളുകളുടെ ഒക്കെ സർജറി ചെയ്ത് കയ്യിൽ കാണാം വലിയ മുറിവും തുന്നിന്റെ പാടൊക്കെ ഉണ്ടാവും. പിന്നെ അതിനുശേഷം അത് കീഹോൾ സർജറിയിലേക്ക് മാറി. ദെൻ അതിപ്പോ റോബോട്ടിക് സർജറിയിലേക്ക് വന്നു. ഇനിയിപ്പോ നാനോ ടെക്നോളജിയിലേക്ക് മാറാം. നമ്മളിപ്പോ റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു യന്ത്രം ഒറ്റക്ക് നിന്ന് ചെയ്യല്ല. നമ്മൾ വിചാരിക്കും ആളവിടെ കിടത്തി റോബോട്ട് ചെയ്യുന്നു, പക്ഷെ അതല്ല. ആ ഹാൻഡ് ആ റോബോട്ടിക്കിനെ പ്രവർത്തിപ്പിക്കുന്നത് സെയിം ഡോക്ടറാണ്. ഇത്രയും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഈ റോബോട്ടിക് സർജറിയിൽ ബിരുദം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ റോബോട്ട്സ് ഉപയോഗിച്ചത് ചെയ്യുന്നത്. പ്രിസിഷൻ കൂടെയും ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ അത് ഈസി ആയിട്ടും കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടും കുറച്ചും കൂടി മറ്റുള്ള സൈഡ് എഫക്ട്സും മറ്റുള്ള കാര്യങ്ങളൊന്നും വരാതെ പേഷ്യൻസിന് കുറച്ചും കൂടി ആളുകൾക്ക് ഏറ്റവും കൂടി നന്നായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്നതാണ്. അപ്പൊ അതിനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ നാനോ ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ സെൽസ് ആണ്, അത് അവിടെ പോയി അതിന്റെ ബേൺ ചെയ്ത് അത് റെക്ടിഫൈ എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ ഇത് പറഞ്ഞത്. അതേപോലെ AI ഈ ചെയ്യുന്ന കാര്യങ്ങളെ
ഒന്ന് ലഘൂകരിക്കാനും കുറച്ചും കൂടി എളുപ്പമാക്കാനും വേണ്ടി സഹായിക്കും എന്നല്ലാണ്ട് മൊത്തം ട്രീറ്റ്മെന്റ് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഇതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം ജനറലി ശരിക്കും ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു കമ്മിങ് ഇയേഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നാസിക് പ്രോ കാണുന്നത്? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഒന്നാണ്. കാരണം ഒരു $300 to $400 billion ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നമ്മുടെ ഇന്ത്യയിൽ. ഒരു വർഷം ഏകദേശം ഒരു 5 lakhോളം ജോബുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി കൂടെയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടി ഇപ്പൊ നമ്മളെ ബഡ്ജറ്റിലും കേരളത്തിലെ ബഡ്ജറ്റിലും എല്ലാത്തിലും കുറച്ചും കൂടി ഹെൽത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു റൂൾസ് തന്നെ ഉണ്ട്. അവർ ഇനി ഇൻഷുറൻസ് ബൈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പോവാണ് അവര് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും. അപ്പോ അതൊക്കെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ഇനി ഒരു ഉണ്ടാകാൻ പോകുന്ന റെവല്യൂഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ എല്ലാം നമ്മളെ എയിംസ് ഒക്കെ, ഡൽഹിയിലെ എയിംസ് ഒക്കെ, അത്തരം ഹോസ്പിറ്റൽസ് എല്ലാ സംസ്ഥാനത്തിലും വരികയെന്ന് പറയുമ്പോൾ അതൊക്കെ ഇവിടുത്തെ സിറ്റിസൺസിന് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു രാജ്യത്ത് അത്രയും നല്ല ഹോസ്പിറ്റൽസ് ഓരോ എന്നെ ഞാൻ വിചാരിക്കുന്നത് എല്ലാ സ്റ്റേറ്റിലും ഓരോ അത്തരം എയിംസ് പോലെ അല്ലെങ്കിൽ CMC പോലത്തെ ഹോസ്പിറ്റൽസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ജിപ്മർ പോലത്തെ ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആണ്, അത് അറ്റൻഡ് ചെയ്യുമ്പോൾ. പക്ഷെ അവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഏറ്റവും ലോകോത്തര നിലവാരമുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. ഏതൊരു ആൾക്കും എന്തെങ്കിലും ഇവിടെ എടുക്കാത്ത ഹോസ്പിറ്റൽസ് പല കേസും അത്രയും വയസ്സായിട്ടുള്ള കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ വെല്ലൂർക്ക് പോകണം, അല്ലെങ്കിൽ ജിഗ്മറിൽ അങ്ങനെയൊക്കെ അത്രയും ലോങ് പോകണം. അത് കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിൽ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ എല്ലാ സ്റ്റേറ്റിലും ഓരോന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ അത്രയും ആളുകൾക്ക് അത് ബെനിഫിറ്റ് ആവും. അപ്പോൾ കേന്ദ്രം അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ അതിനൊരു നല്ലൊരു എമൗണ്ട് ഒക്കെ അവർ വകയിരുത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഡിസീസസിന്റെ കാര്യത്തിൽ കുറെ ട്രെൻഡ്സ് നിലനിൽക്കുന്നില്ലേ? ഇനി അങ്ങോട്ടുള്ള ഒരു ട്രെൻഡ് എന്തായിരിക്കും? നമ്മളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൊറോണ പോലെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. അതിന് മുന്നേ വന്ന നിപ്പയും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്, പല റീസൺസ് ഉണ്ടാവും. പിന്നെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ഫുഡിന്റെ രീതിയിലും മാറി. പക്ഷെ എന്നാലും ആളുകൾ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടില്ല ഇപ്പൊ. കൊറോണയ്ക്ക് ശേഷം കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കുറച്ചും കൂടി എക്സസൈസും കാര്യങ്ങളും അതിലേക്ക് തിരിച്ചു വരണം. എന്നാലേ നമ്മള് എപ്പോഴും നമ്മളെ ഫ്യൂച്ചറും നമ്മളെ ഹെൽത്തും കൂടി നോക്കിയിട്ട് പറയാൻ പറ്റും. ഡിസീസസ് ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ടുണ്ടായിരുന്ന പല ഡിസീസസ് ഇപ്പൊ ഇല്ല. പക്ഷെ ചിലതൊക്കെ ഇപ്പോഴും ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പുതിയ ചിലതൊക്കെ. അതെ അതെ അതെ. ഇനിയിപ്പോ പോലും കൊറോണ പോലും നമുക്ക് ഒരിക്കലും ഇവിടുന്ന് കംപ്ലീറ്റ്ലി ആയിട്ട് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ അടുത്ത് പോലും നമ്മൾ വീണ്ടും കേസസ് റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ഒരു അത്യാവശ്യം നല്ല നമ്പറോളം പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ വരുന്ന കാലങ്ങളിൽ കുറച്ചും കൂടി സങ്കീർണമാകും എന്നാണ് എനിക്ക്, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്മുടെ ടെക്നോളജി, അതിനനുസരിച്ച് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നുണ്ട്. അതിനനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് സൈഡ് ഒക്കെ വലുതാവും. ഹയാത്ത് എങ്ങനെയാ, എത്രത്തോളം ഈ ഒരു ഫ്യൂച്ചറിൽ എത്രത്തോളം ഗ്രോത്ത് ആണ് ഹയാത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറ്റു ക്ലിനിക്സ്, നടത്താൻ പറ്റാത്ത ക്ലിനിക്സുകൾ, അവർ റൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്ലിനിക്സുകളൊക്കെ നമ്മൾ ടേക്കപ്പ് ചെയ്യാനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ ക്ലിനിക്സ് ആയിട്ട് മുന്നോട്ട് പോകും. മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് ആയിട്ട് ഒരു 6,000 to 10,000 സ്ക്വയർ ഫീറ്റിനുള്ളിലുള്ള എല്ലാ ട്രീറ്റ്മെന്റ് സൈഡും എല്ലാം ലഭ്യമാവുന്ന രീതിയിലുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ലഭ്യമാകുന്ന രീതിയിലുള്ള സെക്ടേഴ്സ് ആയിട്ട് എല്ലാ ജില്ലയിലേക്കും ഫസ്റ്റ് എത്തണം എന്നുള്ളതാണ് ഫ്യൂച്ചർ പ്ലാൻ. ദെൻ സ്റ്റേറ്റിൽ കവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ തന്നെ ലാസ്റ്റ് 3 year കൊണ്ട് 1.5 ലക്ഷം കൂടുതൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചെറിയൊരു ക്ലിനിക് എന്ന ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. കൂടുതൽ ബ്രാഞ്ചസിലേക്ക് എക്സ്പാൻഷൻ നോക്കുകയാണ്. അപ്പോ ആസാദ് മൂപ്പൻ സാറിനെ പോലെ തന്നെ വലിയൊരു ഓൺടർപ്രണർ ആയിട്ട് ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇനിയും നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ. Thank you so much for your time. Okay, thank you. Hi, I hope you all enjoyed today's podcast. If you found any value from it, please consider reviewing today's episode. So അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളെ റെക്കമെൻഡ് ചെയ്യാം. So that's a wrap for today. See you next time.